നമസ്കാരം. നമ്മളിൽ മിക്ക ആൾക്കാരും പഠനശേഷം, അതായത് ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മികച്ച ഒരു കരിയർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. കരിയർ തുടങ്ങുന്ന മിക്ക ആൾക്കാരും എന്തെങ്കിലും ഒരു തൊഴിൽ ലഭിച്ചോട്ടെ എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യുക. അത് ശരിയാണോ? സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം മികച്ചൊരു ജോലി മികച്ച ശമ്പളത്തോടെ നേടിയെടുക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമാണോ? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കാം. എന്താണ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം? അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത. സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കറ്റ് മാത്രമുണ്ടെങ്കിൽ ജോലി ലഭിക്കുക എന്നുള്ളത് സാധ്യമാണോ? ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ജോബ് ഫീൽഡ് കരിയറിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്? എന്താണ് MEP, BIM? MEP, BIM ഫീൽഡിന് ബാക്കിയുള്ള ഫീൽഡിനെ അപേക്ഷിച്ചിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇത് ആർക്കൊക്കെ പഠിക്കാൻ സാധിക്കും? ഏതൊക്കെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഇത് പഠിക്കാൻ സാധിക്കും? ആസ് ആൻ എംപ്ലോയി, നമ്മൾ ആസ് ആൻ എംപ്ലോയി ഒരു MEP BIM കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സർവീസുകളായിരിക്കാം അവിടെ ചെയ്യേണ്ടി വരിക? ഇതിന്റെ ഇന്റർവ്യൂ എങ്ങനെയാണ്? ഇന്റർവ്യൂ ടാസ്കുകൾ എങ്ങനെയായിരിക്കാം? ലോങ് ടേം കരിയറിന് ഇത് നല്ലതാണോ? നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എത്ര സാലറി ഇതിന് പ്രതീക്ഷിക്കാം? കൂടാതെ ആംബിയറിനെ കുറിച്ചും ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും ഞങ്ങളുടെ കോഴ്സുകളെയും ട്രെയിനിങ്ങിനെയും കുറിച്ചും പ്രൊജക്ട് ട്രെയിനിങ്ങിനെ കുറിച്ചും പ്ലേസ്മെന്റിനെ അതായത് ജോബ് അഷുറൻസിനെ കുറിച്ചും ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കാം. മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നമ്മൾ വിദേശത്ത് പോകുന്നതിന് മുമ്പ് അത് അറ്റസ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് അത് ചെയ്യുന്നത്? കൂടാതെ റെസ്യൂം ക്രിയേഷനെ കുറിച്ചും റെസ്യൂമിൽ കീവേഡ്സുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും ഇതിൽ വ്യക്തമാക്കാം. അതോടൊപ്പം തന്നെ ഓൺലൈൻ കോഴ്സാണോ, ഓഫ്ലൈൻ കോഴ്സാണോ, വീഡിയോ കോഴ്സാണോ, എന്തായിരിക്കും ഒരു പ്രൊഫഷണലിനോ അല്ലെങ്കിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കോ നല്ലത് എന്നുള്ളതിനെ കുറിച്ചും ഇതിൽ ഞാൻ വ്യക്തമാക്കാം. താങ്ക് യു. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തത്, എന്താണ് ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം? അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത. നമ്മൾ ഒരു കമ്പനിയിൽ ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ കമ്പനി നമുക്ക് ട്രെയിനിങ് തരും. ട്രെയിനിങ് പീരീഡിന്റെ സമയത്ത് സാലറിയും തരും. അപ്പോൾ ആ ഒരു 2-3 മാസം കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പാക്കേജിൽ വേറെ ഏതെങ്കിലും നല്ലൊരു കമ്പനിയിൽ ഓഫർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ജോലി ജമ്പ് ചെയ്ത് അതിലോട്ട് പോകും. അപ്പോൾ അത്രയും നാളും ആ ഒരു കമ്പനി നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത എഫേർട്ടും ആ ഒരു എമൗണ്ടും അവർക്ക് നഷ്ടമായി മാറും. അതുകൊണ്ടാണ് കമ്പനികൾ ചിന്തിക്കുന്നത്, ഇതൊക്കെ അറിയാവുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ തുടക്കം മുതലേ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും. ഇൻ ബിറ്റ്വീൻ അയാൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു നഷ്ടമല്ലാതായി മാറും. കാരണം കൊടുത്ത പൈസയ്ക്കുള്ള ആ ഒരു ഔട്ട്പുട്ട് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഈ ബോണ്ട് എന്ന് പറയുന്ന ആ ഒരു വസ്തുതയ്ക്ക് ഒരു ലീഗൽ എൻറ്റിറ്റി ഇല്ലാത്തടത്തോളം കാലം അത് ഏത് നാട്ടിലാണെങ്കിലും ശരി ഒരു എംപ്ലോയർക്ക് ഒരു എംപ്ലോയിയെ ദീർഘകാലത്തേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും വേറൊന്നുമല്ല, പരസഹായം കൂടാതെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൂടെ പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരു ജോബ് ഫീൽഡ് പെട്ടെന്ന് സെലക്ട് ചെയ്യാനും ആ ഒരു ഫീൽഡിൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് മികച്ച സാലറിയോടെ വർക്ക് ചെയ്യാനും നിങ്ങളെ പര്യാപ്തമാക്കും. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, ഒരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ് മാത്രമുണ്ടെങ്കിൽ നമുക്കൊരു ജോലി കിട്ടുമോ എന്നുള്ളത്. അതൊരു മിഥ്യാധാരണയാണ്. എപ്പോഴും നിങ്ങളുടെ മാസ്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും അമൂല്യമായ വസ്തു എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഏതാണോ അത് തന്നെയാണ്. സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ജോബ് ഫീൽഡ് സെലക്ട് ചെയ്തിട്ട് അതിലോട്ട് തിരിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പഠിച്ച സർട്ടിഫിക്കറ്റ് മാത്രമുണ്ടെങ്കിൽ ജോലി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് ഏത് ഫീൽഡ് ആണെങ്കിലും ശരി, ഏത് കമ്പനി ആണെങ്കിലും ശരി, ഏത് കൺട്രി ആണെങ്കിലും ശരി, എന്താണോ ആ ഒരു കമ്പനിക്ക് ആ ഒരു എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ആവശ്യമായത് ഇന്റർവ്യൂവിന്റെ സമയത്ത് ആ ടാസ്ക് അവർക്ക് നിങ്ങൾക്ക് തരും. ആ തരുന്ന ടാസ്ക് നന്നായി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടും. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങളുടെ സ്കില്ലാണ് അവിടെ മാറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ പ്രിഫറൻസ് വിൽ ബി ആൾവേസ് ഫോർ ദോസ് ഗൈസ് ഹു നോസ് എവറിത്തിങ്. ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ എല്ലാം അറിയാവുന്ന, അത് വളരെ നന്നായിട്ട് ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്കായിരിക്കും അവിടെ സ്ഥാനം ഉണ്ടാവുകയും പെട്ടെന്ന് ജോലി കിട്ടുകയും ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു ജോബ് ഫീൽഡ് നമ്മൾ കരിയറിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്? ആദ്യം നോക്കേണ്ടത് നമുക്ക് അതിലുള്ള അഭിരുചിയാണ്. അതായത് ഈ ഒരു ജോബ് ഫീൽഡ് എനിക്ക് ഇഷ്ടമുള്ളതാണോ?
ലോങ് ടൈം ചെയ്യുന്നത് കൊണ്ട് എനിക്കത് ഈ ഒരു ഫീൽഡ് എനിക്ക് മടുപ്പുളവാക്കുമോ, എനിക്ക് ജോലി സാറ്റിസ്ഫാക്ഷൻ ഇതിൽ കിട്ടുമോ, ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കണം. അത് തീർച്ചയായും നിങ്ങളുടെ വ്യക്തിത്വത്തെ ഡിപ്പെൻഡ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോരോ സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം ഉണ്ടാവാം. അപ്പം നമ്മൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ തീർച്ചയായും ടെക്നിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടായിരിക്കാം ഇഷ്ടം. ആർട്സ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കാം, അല്ലേ? ഇപ്പം IT ആണെങ്കിൽ ആ ഒരു ഫീൽഡൊക്കെ ആയിരിക്കാം. അപ്പം ഓരോ വ്യക്തിക്കും അയാൾക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ സബ്ജക്റ്റ് ആ ഒരു ഫീൽഡ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് കരിയർ കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സെലക്ട് ചെയ്യുന്ന ഫീൽഡ് ലോങ് ടൈമിൽ എങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഫീൽഡ് ഇൻ കേസ് ലൈക്ക് 1 വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം ആ ഫീൽഡ് ഡൗൺ ആകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ മിക്ക ആൾക്കാരും ഒരുപക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു നാട്ടിലോട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന ഫീൽഡ് റീലൊക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് എങ്ങനെയാണ്, അവിടെ ഇതിന്റെ സ്കോപ്പ് എങ്ങനെയാണ്, അതുകൂടെ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ട് ആ ഫീൽഡിലോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവിടെ അതിനാവശ്യമായിട്ടുള്ള ഒരു ജോബ് വാക്കൻസീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആ സമയത്ത് നഷ്ടമാവുകയും വേറൊരു ഫീൽഡിലോട്ട് ജമ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പം പ്രീവിയസ് എക്സ്പീരിയൻസ് അവിടെ ഗുണമല്ലാത്തതായി മാറും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ലൈഫ് ഗോൾസ് ഒരു ലിമിറ്റഡ് ടൈമിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻകം ഈ ഒരു ഫീൽഡിൽ നിന്ന് എനിക്ക് കിട്ടുമോ ഇല്ലയോ. എല്ലാ ജോബ് ഫീൽഡിനും ഒരേ സാലറി റേഞ്ചസ് കിട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. സ്കിൽ അനുസരിച്ചിട്ടാണ് അവിടെ സാലറി തീരുമാനിക്കുന്നത്. അപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ എഞ്ചിനീയറിംഗിന് കിട്ടുന്ന അതേ സാലറി ഒരുപക്ഷെ ആർട്സ് പഠിച്ച ഒരാൾക്ക് കിട്ടണമെന്നില്ല, എന്നാൽ തിരിച്ച് ഓപ്പോസിറ്റ് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം ഒരു ഗവൺമെന്റ് ജോലിയിൽ കയറി 60-65 വയസ്സ് വരെ വർക്ക് ചെയ്തതിന് ശേഷം 66ാമത്തെ വയസ്സിൽ നമ്മൾ മരണപ്പെട്ട് പോകുന്ന സമയത്ത് നമുക്ക് ജീവിതം യാതൊരു രീതിയിൽ ഒരുപക്ഷെ എൻജോയ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. സോറി, ഞാൻ ഗവൺമെന്റ് ഉദ്യോഗത്തെ കളിയാക്കിയതല്ല. തീർച്ചയായിട്ടും എല്ലാ ജോലിക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ എപ്പോഴും നല്ലത് പ്രൈവറ്റ് സെക്ടർ തന്നെയാണ് കമ്പയറിംഗ് ടു ഗവൺമെന്റ് ഫീൽഡ്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഒരു ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ 60-65 വയസ്സ് വരെ വർക്ക് ചെയ്തിട്ട് അതിനുശേഷം ജീവിതം ആസ്വദിക്കാമെന്ന് പറയുന്നതിലൂടെ എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. വർക്ക് അണ്ടിൽ ലൈക്ക് 40 ഒരു 40-45 വയസ്സ് വരെ വർക്ക് ചെയ്തതിന് ശേഷം മാക്സിമം ഇൻകം അക്യുമുലേറ്റ് ചെയ്തിട്ട് പിന്നീട് അത് വെച്ച് നമ്മൾ സേവ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റഡ് ടൈമിൽ മാക്സിമം സാലറി നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് ചുരുക്കൂട്ടി നമുക്ക് ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻകം ഈ ഫീൽഡിൽ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതും ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേറെതാണ് മാർക്കറ്റിലുള്ള ആ ജോലിയുടെ ലഭ്യത. ഇപ്പം എല്ലാ ജോലിക്കും ഒരുപാട് കമ്പനികൾ ആ ജോലി കൊടുക്കാൻ വേണ്ടി ഉണ്ടാകണം മാർക്കറ്റിൽ എന്നുള്ള നിർബന്ധം ഇല്ല, അല്ലേ? ഉദാഹരണം, ഞാനിപ്പോൾ ഒരു ബോട്ടിൽ മാനുഫാക്ചറിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ബോട്ടിൽ മാനുഫാക്ചറിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കാം ഞാൻ കൂടുതലും അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഓൾ ഇൻ എ സഡൻ എനിക്ക് പെട്ടെന്ന് ആ ഒരു ജോലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ ആ എക്സ്പീരിയൻസുമായിട്ട് മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഏതൊക്കെ കമ്പനികളാണോ അതേ പ്രൊഫൈലിലുള്ള ജോലി ചെയ്യുന്നത് അവിടെ മാത്രമേ എനിക്ക് ആ എക്സ്പീരിയൻസ് കൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. അപ്പം മാർക്കറ്റിൽ ബോട്ടിൽ മാനുഫാക്ചറിങ് കമ്പനീസ് ഒരുപാടില്ലല്ലോ. എന്നാൽ അതുമായി ആ ഒരു പ്രൊഫൈലുമായി ചേർന്ന് വരുന്ന ഏതെങ്കിലും കമ്പനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എക്സ്പീരിയൻസ് അവിടെ ഗുണമാണ്. എന്നാലും അവിടെ അതൊരു ഒരു വലിയ മാർജിൻ അല്ലെങ്കിൽ ഒരു വലിയ സ്കെയിലിലുള്ള കമ്പനീസ് അവിടെ കുറവാണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളൊരു ജോബ് ഫീൽഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതേ ഫീൽഡിലുള്ള കമ്പനികളിലോട്ട് കയറാൻ ഒരുപാട് കമ്പനികൾ മാർക്കറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിലയിരുത്തലുകൾ തുടക്കത്തിൽ ചെയ്യുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും. ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് അതായത് ഇപ്പോൾ IT ഫീൽഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡേ ബൈ ഡേ അതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഒക്കെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു ഫീൽഡിൽ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തുടരെ നമ്മൾ അതിന് അപ്ഡേഷൻസ് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അപ്പം ചിലപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഈ ജോബ് ഫീൽഡ് മിനിമം അപ്ഡേഷൻസ് പോസിബിൾ ആയിട്ടുള്ള ഫീൽഡുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കാം നല്ലത്. പക്ഷെ പഠിക്കാൻ തീർച്ചയായിട്ടും അതിനൊരു ഏജ് ഒരു ഫാക്ടറൊന്നുമല്ല. അപ്പം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഏത് ഫീൽഡും തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ അപ്ഡേഷൻസ് ഒരു ഫാക്ടറാണ്. കാരണം ഒരു ഫീൽഡിൽ നമ്മൾ നിലനിന്ന് പോകുന്നെങ്കിൽ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം ഇതാണ് ഒരു ഫീൽഡ്, ഒരു ജോബ് ഫീൽഡ് നമ്മൾ കരിയറിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഞാൻ ഈ പറയാൻ പോകുന്നത് MEP BIM എന്ന് പറയുന്ന ഒരു കരിയറാണ്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്നത്. ഇത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് അല്ലെങ്കിൽ BIM എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്.
ഉദാഹരണം, ഒരു ബിൽഡിങ്ങിനകത്ത് സിവിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളുമായി ബന്ധപ്പെട്ട ഒരു മേഖല. ഉദാഹരണം, നമുക്ക് അതിനകത്ത് ഇപ്പം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എന്ന് പറയുന്ന ആ ഒരു മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനകത്ത് നമുക്ക് 2 സർവീസുകൾ പ്രധാനമായിട്ട് വരും: ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങും ഫയർ ഫൈറ്റിങ്ങും. ഇലക്ട്രിക്കലിനകത്ത് നമുക്ക് ലൈറ്റിംഗ്, പവർ വരും, ഡേറ്റ, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, ഫയർ അലാറം സിസ്റ്റം, CCTV, സോളാർ, UPS, അങ്ങനെ ഒരുപാട് സർവീസുകൾ വരും. ഇനിയിപ്പോൾ പ്ലംബിങ്ങിനകത്താണെങ്കിൽ നമുക്ക് ഡ്രെയിനേജ് സർവീസുകൾ, വാട്ടർ സപ്ലൈ, ഇനി പിന്നെയും ഇൻഡെപ്ത് പോയി കഴിഞ്ഞാൽ ഇറിഗേഷൻ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അങ്ങനെ RO പ്ലാന്റ്, റിവേഴ്സ് ഓസ്മോസിസ്, അങ്ങനെ ഒരുപാട് സർവീസുകൾ വരും. ഈ പറയുന്ന സർവീസുകളുടെ ഡിസൈന്, ഡ്രോയിങ്ങിന്റെ പ്രിപ്പറേഷൻ, ക്വാണ്ടിറ്റി സർവേയിങ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ്, മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റി മാനേജ്മെന്റ്, പ്രൊക്യൂർമെന്റ്, കോൺട്രാക്ട്സ്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു മേഖലയാണ് MEP അല്ലെങ്കിൽ BIM എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു. ബാക്കി ഇപ്പം നിങ്ങൾ ഏത് ജോബ് ഫീൽഡിലും അല്ലെങ്കിൽ ഏത് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരും ആയിക്കൊള്ളട്ടെ. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ കഴിഞ്ഞ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാളാണ്, എഞ്ചിനീയറിങ്ങോ ഡിപ്ലോമയോ ആവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലോ ഓയിൽ ആൻഡ് ഗ്യാസിലോ ഒക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതേ ഫീൽഡിൽ ജോലി കിട്ടുക എന്നുള്ളത് പാടാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? വൈഡായിട്ട് ജോലി അത് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു എക്സ്പോഷറാണ് വരിക. വൈഡായിട്ട് ജോലി നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കമ്പനീസ് മാർക്കറ്റിൽ ഉണ്ടാവില്ല. അപ്പം തുടക്കത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി കിട്ടും. ഒരു 5-6 വർഷം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ അതിന് മാത്രം കമ്പനികൾ അപ്ലൈ ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള സാലറിയിൽ ആ കമ്പനിയിൽ ചിലപ്പോൾ പെട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതാണ് പ്രൊഡക്ഷൻ ഫീൽഡിൻ്റെ. ഇനിയിപ്പം നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ആണെങ്കിലോ, എന്തായാലും ഓയിൽ ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്, നമ്മളിപ്പോൾ പെട്രോളിയം പ്രോഡക്ട്സ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും വണ്ടി ഓടാൻ വേണ്ടി മാത്രമല്ല, വേറെ ഒരുപാട് ആവശ്യങ്ങൾക്കും പെട്രോളിയം പ്രോഡക്ട്സ് ആവശ്യമാണ്. ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ മാനുഫാക്ചറിങ് ആണെങ്കിലും, പാരഫിൻ വാക്സ് ആണെങ്കിലും, ഗ്രീസ് ലൂബ്രിക്കൻസിൻ്റെ ആണെങ്കിലും ഒക്കെ പെട്രോളിയം ഫീൽഡ് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ പക്ഷേ വെഹിക്കിൾസ്, മെജോറിറ്റി ഓഫ് പെട്രോളിയം പ്രോഡക്ട്സ് നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് ഉപയോഗിക്കുന്നത്, വാഹനങ്ങളുടെ ഗതാഗതത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിപ്പം ഓട്ടോമിക്കൽ മാനുഫാക്ചറിങ്, വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനികളും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അവർ CI കമ്പഷൻ ഇഗ്നിഷൻ എഞ്ചിനോ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനോ ഒക്കെ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറച്ച് ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ മാനുഫാക്ചറിങ് ഇംപ്രൂവ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരികയാണ്, കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ലോങ് ടേം കരിയർ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് നല്ലൊരു ഫീൽഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ഫ്യൂച്ചറിൽ സാലറി കുറയാനുള്ള സാധ്യത ഉണ്ടായേക്കാം. മാത്രമല്ല അതിന് ഒരുപാട് ഹെൽത്ത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പം ഞാനിപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഓയിൽ ആൻഡ് ഗ്യാസിലും പവർ പ്ലാന്റിലും ഒക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം ഓയിൽ ആൻഡ് ഗ്യാസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടെസ്റ്റിംഗ് മെത്തഡോളജീസ് ഒക്കെ ഉപയോഗിക്കുന്നത് RT ആണ്, റേഡിയോഗ്രാഫി ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഹെൽത്ത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത്ര ക്യൂറിയിൽ നമുക്ക് ആ റേഡിയേഷൻ അടിച്ചു അല്ലെങ്കിൽ ഹിറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് അടിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പെണ്ണ് വെച്ചിട്ട് മനസ്സിലാക്കാൻ ഒരു ഡിവൈസ് ചെറുതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഫിലിം ഇൻ്റർപ്രിട്ടേഷൻ, അതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് ഞാൻ പറയാൻ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതിൻ്റെ ഫിലിം ഇൻ്റർപ്രിട്ടേഷനാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ കൂടെ അതിനൊരുപാട് ഹെൽത്ത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈവൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പോലും ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതാരും അഡ്രസ്സ് ചെയ്യുന്നില്ല വലുതായിട്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം ഹെൽത്ത് ഡിസഡ്വാൻറ്റേജസ് ഇപ്പം 3 മാസം ഓയിൽ അല്ലെങ്കിൽ ഓഫ് ഷോർ വർക്ക് ചെയ്താൽ 3 മാസം നമുക്ക് അവധി എന്ന് പറയുന്നത് 3 മാസം നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ഹെൽത്തിന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ 3 മാസം അവധി നമുക്ക് തരിക. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഫീൽഡിലാണ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്യേണ്ടി വരിക. ഇനിയിപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ നമുക്ക് എംബഡഡ് സിസ്റ്റത്തിലോട്ട് പോവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് റോബോട്ടിക്സിലോ മെക്കട്രോണിക്സിലോ ഒക്കെ പോവാം. പക്ഷെ അതിനൊക്കെ അപേക്ഷിച്ച് MEPയിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് കൺസ്ട്രക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ്. കാരണം ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തോളം കാലം ബിൽഡിങ്ങുകൾ ഉണ്ടാവും. ബിൽഡിങ്ങുകളും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായെങ്കിൽ അവിടെ സർവീസുകൾ കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇൻഫിനിറ്റ് സ്കോപ്പുള്ള ഒരുപാട് കമ്പനികൾ മാർക്കറ്റിലുള്ളൊരു ഫീൽഡാണ്. നിങ്ങൾ സ്കില്ലാണെങ്കിൽ, സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ, കമ്പനികൾ ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ല് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ 99, 100, 110 എത്ര വയസ്സ് വരെയാണോ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ സാധിക്കുന്നത് അത്രയും നാളും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ബിൽഡിംഗ്, നമ്മുടെ MEP അല്ലെങ്കിൽ BIM എന്ന് പറയുന്നത്. ഈ MEP അല്ലെങ്കിൽ BIM അതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഒരുപാട് പറയാനുള്ളതാണ്. അതിൻ്റെ ഓരോ ടോപ്പിക്കുകളും വളരെ ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒരു ചുരുക്കെഴുത്ത് പോലുള്ളൊരു വീഡിയോ, അതും ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് ഒരു കമ്പനിക്കകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരുന്നതെന്ന്. ശരി, ഇനി ഇത് ആർക്കൊക്കെ പഠിക്കാം? ശരിക്കും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്നവർക്കും
ഇലക്ട്രിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്നവർക്കും നല്ലതാണ്. അതിലാർക്കൊക്കെ പഠിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. ഇനി ITI പഠിച്ച ആൾക്കാർക്ക് ചെയ്യാമോ? ചെയ്യാം. MEP എന്ന് പറയുന്നത് ഒരുപാട് സർവീസുകളുണ്ട്. അതിനകത്ത് ഡിസൈൻ ഉണ്ട്, ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, ക്വാണ്ടിറ്റി സർവേയിങ് ഉണ്ട്, എസ്റ്റിമേഷൻ ഉണ്ട്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, അതായത് റെവിറ്റ്, നാവിസ് വർക്ക് അതുപോലെ വരും. ഇനി സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ, അതായത് ഇൻസ്റ്റാളേഷൻ, പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ്, മെയിൻ്റനൻസ്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ച ആൾക്കാർക്ക് ഈ പറയുന്ന ഒരുവിധം എല്ലാ മേഖലയിലും അപ്ലൈ ചെയ്യാം. ഇനി പക്ഷേ IT ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റിങ്ങിലോട്ട് വർക്ക് ചെയ്യാം. അതായത് MEP ഫീൽഡിലോട്ട് വരുമ്പോൾ നിങ്ങൾ എല്ലാം വാരി വലിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. നിങ്ങൾ കൂടുതലും ഡ്രാഫ്റ്റ്മാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ടോ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ടോ, അല്ലെങ്കിൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ടോ നിങ്ങൾക്ക് ആ ഒരു ജോബ് പ്രൊഫൈലോട്ടോ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഡിസൈനിലോട്ട് തുടക്കത്തിൽ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ലഭ്യമാകാനുള്ള സാധ്യത അവിടെ കുറവാണ് എന്നുള്ളതാണ് വസ്തുത. സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഫോർമാൻ, സൂപ്പർവൈസർ കാറ്റഗറിയിലോട്ടും അപ്ലൈ ചെയ്യാനാണ്. പക്ഷേ സൈറ്റ് എന്ന് പറയുന്നത് റിസ്കി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം ഒരുവിധം എല്ലാ കോൺട്രാക്ടിംഗ് കമ്പനിയും ഒരു പ്രൊജക്ട് എടുക്കുന്നത്, സൈറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കലേക്കാൾ കൂടുതൽ മാനേജറൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൂടുതൽ ഇപ്പോൾ നമുക്ക് ഡെയിലി പ്രോഗ്രസ് റിപ്പോർട്ട്, വീക്ക്ലി പ്രോഗ്രസ് റിപ്പോർട്ട്, മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട്, വർക്ക് ഷെഡ്യൂളിംഗ്, ആ ഒരു വർക്ക് എക്സിക്യൂട്ട്, അതായത് മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്ത് ആ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിലല്ലാതെ ആ പ്രൊജക്റ്റിനെ ഡിസൈൻ ചെയ്യാനോ അതിന് ഇൻഡെപ്ത് ആയിട്ടുള്ള ടെക്നിക്കൽ നോളജിലോട്ട് നമ്മൾ കടന്നു ചെല്ലാനോ സൈറ്റിൽ സാധ്യമല്ല. അത് വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഞാനും വർക്ക് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പം ഒരു 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 പ്രൊജക്ടിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ എല്ലാ ടെക്നിക്കൽ ഡോക്യുമെന്റേഷനും കഴിഞ്ഞതിന് ശേഷമാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് വസ്തുത. അപ്പം സൈറ്റ് ലോങ് ടേം കരിയറിന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പം നിങ്ങൾ എപ്പോഴും ഡിസൈനിലോ, ഡ്രാഫ്റ്റിംഗിലോ, QoSലോ, റെവിറ്റിലോ, എസ്റ്റിമേഷനിലോ ചേർത്തിട്ട് നിങ്ങളുടെ കരിയർ കണ്ടെത്തുന്നതാണ് നല്ലത്. സൈറ്റ് മോശമെന്നല്ല, ലോങ് ടേം നല്ലതല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും സൈറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ITI പഠിച്ച ഒരാൾക്ക് നിങ്ങൾക്ക് ഡ്രാഫ്റ്റിങ്ങിലോ, ക്വാണ്ടിറ്റി സർവേയിങ്ങിനോ, മോഡലിങ്ങിലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഡിപ്ലോമയും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഡ്രാഫ്റ്റിങ്ങിലോ, ക്വാണ്ടിറ്റി സർവേയറിലോ, അല്ലെങ്കിൽ BIM എന്ന് പറയുന്ന മേഖലയിലോട്ടോ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് സീനിയർ ഡ്രാഫ്റ്റ്മാൻ ആവാൻ സാധിക്കുന്നതാണ്, BIM എഞ്ചിനീയർ, ജൂനിയർ BIM എഞ്ചിനീയർ ആവാൻ സാധിക്കുന്നതാണ്, ജൂനിയർ എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആവാനും സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ISO രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇന്ന ഡെസിഗ്നേഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മാനേജർ പൊസിഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു സീനിയർ ലെവലിലോട്ടോ ഒക്കെ ഒരു എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ആ ഒരു പൊസിഷനിലോട്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതാണ്. അതായത് അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ ഡെസിഗ്നേഷൻ, നല്ല കമ്പനികളിൽ ജൂനിയർ എഞ്ചിനീയർ ഡെസിഗ്നേഷൻ വരെ നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷേ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തൊരു കമ്പനിയിൽ +2 ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ, അതായത് പഴയ പ്രീ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ സൈറ്റ് ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്ത അനുഭവം ഉണ്ട്. അവിടെ എക്സ്പീരിയൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരെ ആൾക്കാരെ സെലക്ട് ചെയ്തിരുന്നത്. അപ്പം കമ്പനികൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ISO രജിസ്റ്റേർഡ് ആയിട്ടുള്ള നല്ല കമ്പനികളിൽ അതാത് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അതാത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണമെന്നുണ്ട്. അപ്പം ITI ഡിപ്ലോമ പഠിച്ച ആൾക്കാർ കൂടുതലും ഡിസൈനോടൊപ്പം തന്നെ ഡിപ്ലോമക്കാർ ഡിസൈൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ഡിസൈൻ ഡ്രാഫ്റ്റ്മാർക്ക് അറിയാം, നമ്മൾ ഡക്റ്റൊക്കെ റൂട്ട് ചെയ്യുമ്പോഴും ചിൽഡ് വാട്ടർ പൈപ്പും അതൊക്കെ റൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റൂട്ട് മാത്രമേ കിട്ടുള്ളൂ. സൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൈസ് ചെയ്തിട്ട് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നെസസറി ഡിസൈൻ നോളജ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്നാലും കൂടുതലും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഡ്രാഫ്റ്റിങ്ങിലും, ക്വാണ്ടിറ്റി സർവേയിങ്ങിലും, അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് പോലുള്ള മേഖലകളിലായിരിക്കാം. സൈറ്റ് ആണെങ്കിൽ സൂപ്പർവൈസർ പോലുള്ള മേഖലകളിലായിരിക്കാം. ഡിഗ്രി പഠിച്ച ആൾക്കാർക്ക് അങ്ങനെ, ഇപ്പം എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് നമ്മുടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഡിസൈനിലോ, ഡ്രാഫ്റ്റിംഗിലോ, QoSലോ, റെവിറ്റിലോ, എസ്റ്റിമേഷനിലോ, MEPയിൽ വരുന്ന 100% വാക്കൻസികളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കൂടുതലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ പഠിച്ചു വന്ന ആൾക്കാർക്കാണ്. എന്നാൽ സിവിലിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു ഫ്രഷർ എന്ന് പറയുന്ന സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്രഷർ ആയിട്ട് വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മിസ്ലീഡ് ചെയ്യുന്നതാണത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാമെന്നാണ് തുടക്കത്തിൽ പറയുന്നതെങ്കിൽ അത് നല്ലതല്ല എന്നേ ഞാൻ പറയുള്ളൂ. പറയാൻ കാരണം സിവിൽ പഠിച്ച ഒരാൾക്കോ അല്ലെങ്കിൽ BArch അല്ലെങ്കിൽ ആർക്കിടെക്ചർ പഠിച്ച ഒരാൾക്കോ നിങ്ങൾക്ക് വേറെ ഫീൽഡ് ഉണ്ടല്ലോ. ഇപ്പോൾ സിവിൽ പഠിച്ച ആൾക്കാർക്ക് വേണമെങ്കിൽ QA/QCയിലോട്ട് പോകാം, സ്ട്രക്ചറൽ മോഡലിംഗ് പഠിക്കാം, ടെക്ല പോലുള്ള സോഫ്റ്റ്വെയർസ് പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റീരിയർ ഡിസൈനിൻ്റെ വളരെ സ്കോപ്പുള്ള മേഖലയാണ്. ഇന്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ജോയിനറിയുടെ എസ്റ്റിമേഷനെ കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം. കരിയർ അഡ്വൈസ് വേണമെന്നുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് അറിവുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്.
അപ്പം പക്ഷേ എന്നാൽ ഒരുപാട് സിവിൽ എഞ്ചിനീയേഴ്സ് പ്രൊജക്ട് മാനേജർമാരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടീം ലീഡർമാരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് സിവിൽ മാത്രം നോക്കിയാൽ പോരാ. അവർക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് MEP ടീമിനെയും കൂടെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. മാത്രമല്ല മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ അവർ പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ. അപ്പം MEP ടീം പറയുന്നത് സിവിൽ ടീമിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവർക്കത് പഠിച്ചേ പറ്റൂ. ആർക്കിടെക്ട് ആണെങ്കിലും ഒരു സീനിയർ ആർക്കിടെക്ട് ആയി കഴിഞ്ഞാൽ ഒരു MEP ടീം പറയുകയാണ് എനിക്ക് ബിൽഡിംഗ് ഷാഫ്റ്റിന്റെ വലിപ്പം ഇത്ര വേണം, കാരണം എനിക്ക് അവിടെ കൂടെ ഇത്ര സർവീസുകൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു ആർക്കിടെക്ട് ആണെങ്കിലും ശരി, അയാൾക്ക് നല്ല രീതിയിൽ ആ ബിൽഡിംഗ് ഇനിഷ്യലി മോഡൽ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കൊണ്ടുവന്നെന്നുണ്ടെങ്കിൽ MEP സർവീസുകളെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അത് തീർച്ചയായിട്ടും പഠിക്കാം. പഠിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് സ്റ്റുഡൻസ് ആയിട്ടുണ്ട്, അവർ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആൾറെഡി ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്, നിങ്ങൾക്ക് MEP ടീമിലും കൂടെ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ആർക്കിടെക്റ്റ് ആണ്, നിങ്ങൾക്ക് അതുകൂടെ അറിയേണ്ടതുണ്ട് എന്നുള്ള പർപ്പസിലുള്ളവർക്കാണെങ്കിൽ സിവിൽ ആണെങ്കിലും ആർക്കിടെക്റ്റ് ആണെങ്കിലും ഇത് പഠിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ മിസ്ലീഡ് ചെയ്ത് വരുന്നതാണ്, അത് പഠിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഇത് നല്ലത് മെക്കാനിക്കൽ ഇലക്ട്രിക്കലുകാർക്കാണ്. അത് ഡിഗ്രി ആവട്ടെ, ഡിപ്ലോമ ആവട്ടെ, IT ആവട്ടെ, നിങ്ങൾക്ക് ഉള്ളതാണ് കൂടുതൽ നല്ലത് എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ വരുന്നവരുണ്ട്, മെക്കാനിക്കൽ പ്രൊഡക്ഷനിൽ നിന്ന് വരുന്നവരുണ്ട്, മെക്കാനിക്കൽ എയറോനോട്ടിക്കൽ നിന്ന് വരുന്നവരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി മെക്കാനിക്കൽ എയറോനോട്ടിക്കലുകാരാണ്, ഇപ്പോൾ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അവർക്കും നിങ്ങൾ മെക്കാനിക്കൽ സബ്ജക്ട്സ് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് നല്ലതാണ്. ഇലക്ട്രിക്കൽ സബ്ജക്ട്സ് പഠിച്ചു വരുന്ന ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാം, മെക്കട്രോണിക്സുകാർക്ക് തീർച്ചയായിട്ടും വരാവുന്ന ഫീൽഡ് തന്നെയാണ്. അപ്പം ബാക്കിയുള്ള ഇപ്പോൾ ആർട്സ് ഫീൽഡോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വരുന്നവരോ അവർക്കൊന്നും MEP നല്ലൊരു ഫീൽഡ് അല്ല. കാരണം നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടമായിട്ട് മാറും എന്നുള്ളതുകൊണ്ട് അതിനോട്ട് വരാതിരിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. പഠിച്ചുകൂടെ ഒരു അറിവിന് വേണ്ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ നിങ്ങൾ ആൾറെഡി ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും വരാം. ഇനി +2 പഠിച്ച ഒരാൾക്ക് ഇത് പഠിച്ചതുകൊണ്ട് ജോലി കിട്ടില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കയറ്റി വിടാൻ ഒരാളുണ്ടെങ്കിൽ, റെഫർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കയറ്റി വിടാമെന്ന് വിചാരിക്കാം. പക്ഷേ അത് അവിടെ ഇരുന്ന് പോകും. അത് കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രൊമോഷൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ MEP എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രൊഡക്ഷനോ മെക്കാനിക്കൽ ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എയറോനോട്ടിക്കലോ, അത് മെക്കാനിക്കൽ സബ്ജക്ട്സ് പഠിച്ചു വരുന്ന, ഇലക്ട്രിക്കൽ സബ്ജക്ട്സ് പഠിച്ചു വരുന്ന ആൾക്കാർക്കാണ് നല്ലത്. സിവിൽ എഞ്ചിനീയേഴ്സിനോ ആർക്കിടെക്റ്റിനോ ചെയ്യാം, അവർ ആൾറെഡി ആ ഫീൽഡിലുള്ളവരോ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന സമയത്തും അത് പഠിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അത് വേസ്റ്റ് ഓഫ് മണി എന്ന് വേണം പറയാൻ. ഇനി നമ്മൾ ഒരു MEP കമ്പനിയിലോട്ട് ജോലി അല്ലെങ്കിൽ BIM കമ്പനിയിലോട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അത് ഒരു വലിയ ടോപ്പിക്കാണ്, ഞാനത് പെട്ടെന്നൊന്ന് പറയാം. പക്ഷെ അതിനെക്കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലും അതുണ്ട്, ലഭ്യമാണ്. ഇനി പേഴ്സണലി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം. ആ 2 വീഡിയോ ഉണ്ടാവും, അത് ഞാൻ മുഴുവനായിട്ടും അയച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു MEP എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ഈവൻ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ ആണെങ്കിൽ പോലും ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിന് അകത്ത് വരുന്ന ബിൽഡിങ്ങുകൾക്ക് MEP സർവീസുകൾ തീർച്ചയായിട്ടും വരാറുണ്ട്. അപ്പോൾ അത് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, ഒഴിച്ചുകൂടാൻ പറ്റാതെ. നമുക്കൊരിക്കലും അതിനെ മാറ്റി നിർത്തിയിട്ട് നിലനിൽപ്പില്ല എന്നുള്ള പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതൊരു പ്രൊജക്റ്റിനും നമുക്ക് 3 പാർട്ടികളാണുള്ളത്. ഒന്ന് ക്ലയന്റ്, രണ്ടാമത്തേത് കൺസൾട്ടന്റ്, മൂന്നാമത്തേത് കോൺട്രാക്ടർ. ഉദാഹരണം, എനിക്കൊരു ഹോസ്പിറ്റൽ വെക്കണം, ഞാനാണ് ആ പ്രൊജക്റ്റിന്റെ ക്ലയന്റ് എന്ന് പറയുന്ന ആൾ. ഞാൻ നേരെ പോയി അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു കമ്പനിയെ നമുക്ക് കൺസൾട്ടിങ് കമ്പനി അല്ലെങ്കിൽ കൺസൾട്ടൻസി എന്ന് പറയും. MEPയുടെ ആ ഒരു കൺസൾട്ടിങ് കമ്പനിക്കകത്ത് ആർക്കിടെക്ട് ഉണ്ടാവും, സ്ട്രക്ചറൽ ടീം ഉണ്ടാവും, MEP ടീം ഉണ്ടാവും, QA/QC ക്വാളിറ്റി അഷുറൻസിന്റെ ടീം ഉണ്ടാവും, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ്ങിന്റെയും എസ്റ്റിമേഷന്റെയും പ്ലാനിങ്ങിന്റെ ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇനി മൂന്നാമത്തെ പാർട്ടിയെ നമ്മൾ കോൺട്രാക്ടർ അല്ലെങ്കിൽ കോൺട്രാക്ടിങ് കമ്പനി എന്ന് പറയും. ക്ലയന്റിന് വേണ്ടിയിട്ട് ഈ കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരം ആ പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കമ്പനിയാണ് നമ്മൾ കോൺട്രാക്ടിങ് കമ്പനി എന്ന് പറയുന്നത്. ഈ കോൺട്രാക്ടിങ് കമ്പനി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊജക്ടിന്റെ മുഴുവൻ ക്വാളിറ്റിയുടെ ഉത്തരവാദിത്വം ഈ കൺസൾട്ടന്റിനായിരിക്കും. ഫൈനലി ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ കൺസൾട്ടന്റോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കൺസൾട്ടന്റോ അതിന് വേണ്ടിയിട്ട് വരുന്നുണ്ടാവും. എന്നിരുന്നാലും ഒരു ക്ലയന്റ് ഒരു കൺസൾട്ടൻസി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് ആ പ്രൊജക്ട് ഡിസൈൻ ചെയ്യുന്നത്, അതിന്റെ ഇനിഷ്യൽ ടെൻഡർ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് BOQ ഉണ്ടാക്കുന്നത്, അതിന്റെ റഫ് എസ്റ്റിമേഷൻ ഇനിഷ്യൽ എസ്റ്റിമേഷൻ ചെയ്യുന്നത്, അതിന്റെ സ്പെസിഫിക്കേഷൻ, വെൻഡേഴ്സ് ലിസ്റ്റ്, സ്കോപ്പ് ഓഫ് വർക്ക്, കണ്ടീഷൻ ഓഫ് കോൺട്രാക്ട്, അതോറിറ്റി അപ്രൂവൽ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നത് കൺസൾട്ടന്റ് ആണ്. ഇനി കൺസൾട്ടന്റിൽ നിന്ന് കിട്ടുന്ന ബിൽ ഓഫ് ക്വാണ്ടിറ്റിയെ വെരിഫൈ ചെയ്ത് കോൺട്രാക്ടിങ് കമ്പനീസ് അവരുടെ കോസ്റ്റ് യൂണിറ്റ്, ഓരോ ഐറ്റത്തിന്റെയും മെറ്റീരിയൽ റേറ്റും പ്രോഫിറ്റും ഓവർഹെഡും ലേബർ റേറ്റും പ്രിലിമിനറീസ് എല്ലാം കൺസിഡർ ചെയ്ത് ഓരോ ഐറ്റത്തിന്റെയും യൂണിറ്റ് റേറ്റും എമൗണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു പ്രൊജക്ടിനെ എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം അതാത് കോൺട്രാക്ടർക്ക്
ആ പ്രൊജക്റ്റ് തീർക്കാൻ പറ്റുന്ന വാല്യൂ എത്രയാണെന്ന് കൺസൾട്ടിംഗ് കമ്പനിയെ അറിയിക്കും BOQ സബ്മിറ്റ് ചെയ്യുന്ന വഴി. അതിനുശേഷം ഏത് കോൺട്രാക്ടിംഗ് കമ്പനിയാണോ ഏറ്റവും നന്നായിട്ട് പ്രൊജക്ട് സബ്മിറ്റ് അല്ലെങ്കിൽ ആ ഒരു എസ്റ്റിമേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്, ഏതൊരു കോൺട്രാക്ടിംഗ് കമ്പനിക്കാണോ നല്ല പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് മാർക്കറ്റിലുള്ളത്, നല്ല ക്വാളിറ്റിയിൽ ആ പ്രൊജക്ട് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നത്, ആ ഒരു കോൺട്രാക്ടിംഗ് കമ്പനിക്ക് പ്രൊജക്ട് അവാർഡ് ചെയ്യും. അതിനുശേഷം അവർ ലെറ്റർ ഓഫ് ഇന്റന്റ് എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷമാണ് ആ പ്രൊജക്ടിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പ്രൊജക്ടിന്റെ സൈക്കിളിൽ തന്നെ നമുക്ക് 4 ഡ്രോയിങ് വരും. കൺസൾട്ടിംഗ് കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന ടെൻഡർ ഡ്രോയിങ്സും IFC ലേഔട്ടും, കോൺട്രാക്ടിംഗ് കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന ഷോപ്പ് ഡ്രോയിങ്ങും, ഒരു കോൺട്രാക്ടിംഗ് കമ്പനിക്ക് പ്രൊജക്ട് അവാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസൾട്ടൻസി ഇഷ്യൂ ചെയ്യുന്ന ഡ്രോയിങ്ങിനെയാണ് നമ്മൾ IFC ലേഔട്ട് എന്ന് പറയുന്നത്. ഈ IFC ലേഔട്ടിന്റെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് തന്നെ കോൺട്രാക്ടിംഗ് കമ്പനി അവരുടേതായിട്ടുള്ള ഷോപ്പ് ഡ്രോയിങ് ഉണ്ടാക്കും. ആ ഒരു പ്രൊജക്ട് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും. ആ വേരിയേഷൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ സ്കോപ്പിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് പോലെ ഫൈനലി അവർ ഒരു ഫൈനൽ ഡ്രോയിങ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ആസ് ബിൽറ്റ് ലേഔട്ട് എന്ന് പറയുന്നത്. 4 ടൈപ്പ് ഡ്രോയിങ് ഉണ്ട്. 4 ടൈപ്പ് ഡ്രോയിങ് 4 രീതിയിലാണ് ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ആ കോഴ്സിന്റെ സമയത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വളരെ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത്, അതായത് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒന്നുകിൽ ഒരു കൺസൾട്ടിംഗ് സൈഡിൽ അല്ലെങ്കിൽ കോൺട്രാക്ടിംഗ് സൈഡിലാണ് ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോവുക. അതിനകത്ത് ഏതൊക്കെ ഫീൽഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫീൽഡിനകത്ത് ഒരുപക്ഷെ നിങ്ങൾ ഡിസൈനിലായിരിക്കാം വർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡ്രാഫ്റ്റിങ്ങിലായിരിക്കും വർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയിങ്ങിലായിരിക്കാം, ഇല്ലെങ്കിൽ കോസ്റ്റ് എസ്റ്റിമേഷനിലായിരിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, അല്ലെങ്കിൽ റെവിറ്റിലോ നാവിസ് വർക്കിലോ ഡൈനാമോയിലോ ഒക്കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ സൈറ്റിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം എക്സിക്യൂഷൻ അല്ലാതെ സൈറ്റ് എഞ്ചിനീയറിംഗിലായിരിക്കാം, ഇല്ലെങ്കിൽ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ഫെസിലിറ്റി മാനേജ്മെന്റ് മീൻസ് മെയിൻ്റനൻസിലായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺട്രാക്ട്സിലോ പ്രൊക്യൂർമെന്റിലോ ആയിരിക്കാം. ഏത് ഫീൽഡിലാവട്ടെ, ഈ ഫീൽഡിലെല്ലാം ജോലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഈ കോഴ്സിനെ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ആംനിയറിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്ക് ഈ പറയുന്ന എല്ലാ മേഖലയിലോട്ടും അപ്ലൈ ചെയ്യാൻ ഒരു പരിധി വരെ സാധിക്കും. എന്നിരുന്നാലും നിങ്ങൾ എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സൈറ്റിലെ ജോബ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു കോൺട്രാക്ടിംഗ് കമ്പനി ആ ഒരു സൈറ്റ് ആക്ടിവിറ്റി സെലക്ട് ചെയ്യുന്നത്, ആ ഒരു പ്രൊജക്ട് സെലക്ട് ചെയ്യുന്നത് 2-3 വർഷത്തേക്കായിരിക്കാം, ചിലപ്പോൾ 1 വർഷത്തേക്കായിരിക്കാം. ആ ഒരു പ്രൊജക്ട് കഴിഞ്ഞ് ആ ഒരു കോൺട്രാക്ടിംഗ് കമ്പനിക്ക് വേറെ പ്രൊജക്റ്റുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ സൈറ്റ് ടീമിനെ റീലൊക്കേറ്റ് ചെയ്യാൻ വേറെ പ്രൊജക്ട് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ആ സൈറ്റ് ടീമിനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡിസൈനോ ഡ്രാഫ്റ്റിങ്ങോ QSO റെവിറ്റോ എസ്റ്റിമേഷനോ ഒക്കെ സേഫ് ആണ്. ഉദാഹരണം, എസ്റ്റിമേഷൻ ടീമോ QS ടീമോ ഇല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന് കോൺട്രാക്ടിംഗ് കമ്പനിക്ക് എന്ത് കിട്ടില്ല, പ്രൊജക്ട് കിട്ടില്ല. അവരാണ് എസ്റ്റിമേറ്റ് ചെയ്ത് ആ പ്രൊജക്ട് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിസൈൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോൺട്രാക്ടിംഗ് കമ്പനിക്ക് 10-14 പ്രൊജക്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രൊജക്റ്റിനും വേണ്ടിയിട്ട് ഷോപ്പ് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആസ് ബിൽറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഡിസൈൻ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. കാരണം IFC റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ഇന്ത്യയിൽ GFC എന്ന് പറയും, ഗുഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇഷ്യൂഡ് ഫോർ കൺസ്ട്രക്ഷൻ എന്ന് പറയും. ഈ ഒരു ഡ്രോയിങ്ങിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ഷോപ്പ് ഡ്രോയിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവരെ ടെർമിനേറ്റ് ചെയ്ത പ്രൊജക്ട് റൺ ചെയ്തില്ല. അതുകൊണ്ട് എപ്പോഴും കരിയർ ഡിസൈനിലോ ഡ്രാഫ്റ്റിങ്ങിലോ QSലോ റെവിറ്റിലോ എസ്റ്റിമേഷനിലോ സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കേട്ടോ? അപ്പം ഇനി ഈ കാര്യങ്ങളാണ്, അതായത് ഒരു കൺസൾട്ടൻസിയിലാണെങ്കിലും കോൺട്രാക്ടിംഗ് കമ്പനിയിലാണെങ്കിലും ശരി, ഈ പറയുന്ന സർവീസുകളിൽ ഏതെങ്കിലും 1-2 ഒക്കെ ആയിരിക്കും. ഇതിലെല്ലാം വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല അതിനർത്ഥം. ഈ പറയുന്ന സർവീസുകളിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങളായിരിക്കും നിങ്ങൾ അവിടെ ചെയ്യാൻ പോവുക. ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ ഇന്റർവ്യൂ എന്ന് നോക്കാം. നിങ്ങൾ ഇന്ത്യയിലാവട്ടെ അബ്രോഡ് ആവട്ടെ, ഈ പറയുന്ന ഏത് സർവീസ് ആണെങ്കിലും ശരി, ഈ പറയുന്ന സൈറ്റ് എക്സിക്യൂഷനൊന്നും അത് ബാധകമല്ല, ഡിസൈനോ ഡ്രാഫ്റ്റിങ്ങോ QSO റെവിറ്റോ എസ്റ്റിമേഷനിലാണെങ്കിലും ശരി, ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവർ നിങ്ങൾക്കൊരു ടാസ്ക് തരും. ആ തരുന്ന ടാസ്ക് നിങ്ങൾ നന്നായി ചെയ്ത് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ജോലി കിട്ടുള്ളൂ. അപ്പോൾ സ്കില്ലാണ് അവിടെ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് ആ ജോലി ക്രാക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ഈ തരുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്നത് അത്ര വലിയ ടഫൊന്നും ആയിരിക്കില്ല. കമ്പനികൾക്കൊന്നും അങ്ങനെ അനാവശ്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനോ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എല്ലാ പ്രൊഫഷണൽസിനും. അവർ എന്താണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ ആവശ്യപ്പെടുക. അത് നിങ്ങൾ നന്നായിട്ട് ഡെലിവർ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മേഖലയിൽ ജോലി കിട്ടുന്നതാണ്. ഇനി ഈ MEP BIM എന്ന് പറയുന്ന ഒരു ഫീൽഡ്, ഞാൻ MEP എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്നാണ്. അതിൻ്റെ ഒരുപാട് വരുന്ന സർവീസുകളുടെ ഡിസൈനും ഡ്രാഫ്റ്റിങ്ങും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർന്ന് വരുന്നതാണ്. BIM കുറിച്ച് പറഞ്ഞിരുന്നില്ല. BIM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയറോ കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ മാർക്കറ്റിൽ ഒരു മിഥ്യാധാരണയാണ് BIM എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എന്നാണ്. ചിലപ്പോൾ കരിയർ തുടങ്ങുന്നവർ അങ്ങനെ ആയിരിക്കാം വിചാരിക്കുക. ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞത്. ഈ കോഴ്സ് ബോത്ത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും ഷെഡ്യൂൾ ചെയ്ത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 20-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും ഇത് പഠിക്കാം. അത് വളരെ ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഡ്വാൻസ് ലെവലിലോട്ട് പോകുന്നത് തന്നെയാണ്. ഞാനത് അതിനെക്കുറിച്ച് പറയാം. BIM എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ
ആർക്കിടെക്ചർ ലേഔട്ട് മോഡൽ ചെയ്ത്, സ്ട്രക്ചറൽ മോഡൽ ചെയ്ത്, MEP സർവീസുകൾ ഡിസൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മോഡലിംഗ് കംപ്ലീറ്റ് ചെയ്ത്, അതിൻ്റെ ക്വാണ്ടിറ്റി എടുത്ത്, അതിനെ ഷെഡ്യൂൾ ചെയ്ത്, അതിനെ എസ്റ്റിമേറ്റ് ചെയ്ത്, അതിൻ്റെ എക്സിക്യൂഷൻ സമയത്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി, അതിൻ്റെ ആസ്ബിൽറ്റ് ഉണ്ടാക്കി, അതിൻ്റെ മെയിൻ്റനൻസ്, അതായത് ഫെസിലിറ്റി മാനേജ്മെന്റ് വരെയുള്ള കാര്യങ്ങൾ, പിന്നെ അതിലും കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു വലിയ പ്രോസസ്സിനെയാണ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്നത്. ഈ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ്വെയർ ആണ് റെവിറ്റ് എന്ന് പറയുന്നത്. ആ റെവിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മോഡൽ ചെയ്യണം. റെവിറ്റ് മാത്രം കൊണ്ട് അത് സാധിക്കില്ല. റെവിറ്റ് എന്ന് പറയുന്ന ഒരു മോഡലിംഗ് ടൂളാണ്. ഡിസൈൻ ടൂളുകൾ നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ടതുണ്ട്. ഇനി ക്വാണ്ടിറ്റിയും സർവേയിങ് അല്ലെങ്കിൽ ക്ലാസ് ഡിറ്റക്ഷനും ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമുലേഷനൊക്കെ ചെയ്യാനായിട്ട് നാവിസ് വർക്ക് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയും കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് വർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൈനാമോ പോലുള്ള ടൂളുകളും യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം ഇതാണ് ഈ MEP BIM എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെ ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക, അത് കുറച്ചുകൂടി മനസ്സിലാവും. ശരി, ഇനി ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എത്ര സാലറി പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഒരിക്കലും കൺവെൻഷണൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, അതായത് നിങ്ങൾ എഞ്ചിനീയർ ആവട്ടെ, ഡിപ്ലോമ ആവട്ടെ, ഇവൻ IT ആവട്ടെ, നിങ്ങൾ ഒരിക്കലും ഒരു IT ഫീൽഡിൽ കിട്ടുന്ന സാലറിയുമായിട്ട് നിങ്ങളുടെ സാലറിയെ കമ്പയർ ചെയ്യരുത്. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിംഗ് സാലറി ഒരു 18,000 മുതൽ 26,000 വരെ നിലവിലത്തെ സാഹചര്യത്തിൽ നാട്ടിൽ പ്രതീക്ഷിക്കാം. ഞാൻ മിനിമം ആണ് പറഞ്ഞത്. എന്നാലും ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ആണെങ്കിലും ശരി, 35,000 വരെ ലാസ്റ്റ് വീക്കിന് എൻ്റെ ഒരു ഫ്രഷർ സ്റ്റുഡൻറ്റിന് 2023 കാൻഡിഡേറ്റിന് ജോലി കിട്ടിയിരുന്നു. അപ്പോൾ അതിനിപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ആ മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് ആ സാലറി കൂടി വരും. നിലവിൽ ഇത്രയും നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ആദ്യം നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളെ മിസ്ലീഡ് ചെയ്യുകയാണ്, അതായത് നിങ്ങൾക്ക് സൈറ്റിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ, നിങ്ങൾക്ക് ഡിസൈനിൽ ജോലി കിട്ടില്ല, അതൊക്കെ നിങ്ങൾ മിസ്ലീഡ് ചെയ്യുന്നതാണ്. നിങ്ങളെ ഈ പഠിച്ചത് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു AC ടെക്നീഷ്യൻ്റെ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യാനോ അല്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വസ്തുതയെ മോഹിച്ച് ഒരിടത്ത് പഠിക്കാൻ പോയിട്ട് നിങ്ങൾ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു മേഖലയിലോട്ട് എത്തിപ്പെടാതിരിക്കുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ടല്ല പഠിച്ചത്, നിങ്ങൾ കുറച്ചുകൂടെ നല്ലൊരു പ്രൊഫൈലിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ മേഖലയിലൊക്കെ 7,000 6,000 രൂപയിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനെയും ഡിപ്ലോമക്കാരെയൊക്കെ എനിക്കറിയാം. അൺഫോർച്ചുനേറ്റ്ലി അത് അവർ ആ കരിയർ റോങ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ട കുഴപ്പം കൊണ്ടാണ് അത് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു റേഞ്ച് ആയിരിക്കാം. ഗൾഫിലാണെങ്കിൽ ഇപ്പോഴത്തെ സിനാരിയോ വെച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് വീക്കൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് പോയി ജോലി കിട്ടിയതൊക്കെ ഒരു 30, അതായത് 3,000 ദിർഹം, ഞാൻ UAE കാര്യമാണ് പറഞ്ഞത്. ഈവൻ അയർലൻഡിൽ നമ്മുടെ സ്റ്റുഡൻസ് പോയി ഏകദേശം ഒരു 4,000 യൂറോ ഒക്കെയാണ് അവർക്ക് പെർ മന്ത് സാലറി. 4,500 റേഞ്ചിലൊക്കെയാണ് അവർക്ക് ആ സാലറി കിട്ടിയിരുന്നത്. അതൊരു 2 months ബാക്കാണ്. അപ്പം ഒരു സ്റ്റാർട്ടിംഗ് സാലറി നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ ഒരു 2,500 3,000 ദിർഹം നിങ്ങൾക്ക് തുടക്കത്തിൽ എക്സ്പെക്ട് ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഞാൻ ഈ പറയുന്ന ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സിനാരിയോ. അല്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1 ലക്ഷം 2 ലക്ഷം രൂപ വേണമെന്ന് വിചാരിക്കരുത്. അപ്പോൾ എന്നാൽ 2 ഇയർ ഒരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 1.5 വർഷം മുമ്പ് ഗൾഫിൽ ജോലിക്ക് കയറിയ, ഞാൻ വഴി തന്നെ ജോലിക്ക് കയറേണ്ട കുറച്ച് സ്റ്റുഡൻസിന് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സാലറി അവർക്ക് 2,800 ദിർഹമായിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ 1.5 വർഷം കഴിഞ്ഞ് അവർ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വേറെ കമ്പനിയിലോട്ട് കയറുമ്പോൾ 7,300 ദിർഹത്തിൽ വർക്ക് ചെയ്യുന്ന രണ്ട് സ്റ്റുഡൻസിന് ഒരേ സാലറി അല്ല. ഒരാൾക്ക് 6,800, വേറൊരാൾക്ക് 7,300 ദിർഹം വിത്ത് കാറും അക്കോമഡേഷനിലും വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് എനിക്ക് UAE-ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാലറി എന്ന് പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ വറി ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ ആദ്യം സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അറ്റ് ദ ഏജ് ഓഫ് 30-35 നിങ്ങളൊരു 30-35 വയസ്സിനകത്ത് മാക്സിമം കമ്പനികൾ അങ്ങോട്ട് ഒരു കമ്പനിയിൽ നിന്ന് ഡിസൈൻ പഠിക്കുന്നു, അടുത്ത കമ്പനിയിൽ നിന്ന് വേറെ എന്തെങ്കിലും, എപ്പോഴും കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ കമ്പനിയിൽ നിന്ന് ജോലി കിട്ടാനായിട്ട് ശ്രമിക്കുക. അവിടെ നമുക്ക് മാക്സിമം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റാം. നമ്മുടെ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ആ വർക്കിംഗ് എൻവയോൺമെന്റ് ഹെക്റ്റിക് ആണെങ്കിലും കുറച്ച് പാടാണെങ്കിലും ശരി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റും. എന്നിട്ട് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി വേറൊരു കമ്പനിയിലോട്ട് പോകുന്ന സമയത്ത് ആ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നമ്മുടെ സാലറിയിലും റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ പെർഫോമൻസിലും നമുക്ക് വളരെ പെട്ടെന്ന് ജോലി കിട്ടാനും അത് കാരണമായി വരും കേട്ടോ. അതുകൊണ്ട് സാലറിയെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട. ഇതാണ് ഞാനൊരു ആവറേജ് റേഞ്ച് എന്നേ പറഞ്ഞുള്ളൂ. 48,000 രൂപയ്ക്ക് ജോലി കിട്ടിയ ഫ്രഷേഴ്സ് ഉണ്ട്. എന്നാൽ 12,000 രൂപയ്ക്ക് കയറിയിട്ടുള്ള ഫ്രഷേഴ്സ് ഉണ്ടെന്നുള്ളത് വേറെയും വസ്തുതയാണ്. മനസ്സിലായി? ഒരു ആവറേജ് റേഞ്ച്, ഇപ്പം നമ്മളിൽ നിന്ന് ഹയർ ചെയ്യുന്ന കമ്പനികൾ ഈ റേഞ്ചിലാണ് സാലറി കൊടുക്കാറുള്ളത്. എന്നാൽ ഇതിൽ 48,000 രൂപ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ 86,000 രൂപയ്ക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. WPC-ലൊക്കെ കനേഡിയൻ കമ്പനിയിലാണ്. അപ്പം എൻ്റെ സ്റ്റുഡൻസ് എല്ലാം ഉണ്ട്. എനിക്ക് 22 രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്. ശരി, അപ്പോൾ ഇതാണ് ഒരു ആവറേജ് സാലറി. എന്നാൽ നിങ്ങൾക്ക് ഒരു 5 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 5 ഇയർ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ എനിക്ക് കുവൈറ്റിൽ ഓഫർ കിട്ടിയത് ഏകദേശം ആ സമയത്ത് ഒരു 1,600 കുവൈറ്റ് ദിനാറായിരുന്നു. അപ്പോൾ അത് ടൈം എടുക്കും. നിങ്ങൾ
പൈസയ്ക്ക് നിങ്ങൾ പൈസയുടെ പുറകെ ഫോളോ ചെയ്യേണ്ടതില്ല കൺവെൻഷൻ എഞ്ചിനീയറിംഗുകാർ. നിങ്ങൾ വൈൻ പോലെയാണ്. അതായത് നമ്മൾ കുഴിച്ചിടും തോറും അതിൻ്റെ പഴക്കം കൂടുന്തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുകയും അതിൻ്റെ മൂല്യം കൂടുകയും അതിൻ്റെ പൈസ കൂടുകയും ചെയ്യുന്നു അത്ര മാത്രം വിചാരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, മണി വിൽ ഫോളോ. നിങ്ങൾ പൈസയെ ഫോളോ ചെയ്ത് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൈസ നിങ്ങളെ തന്നെ ഫോളോ ചെയ്യുള്ളൂ. അത് ആ രീതിക്ക് ആയി മാറും. ഞാൻ വെറുതെ എന്താ ഒന്ന് എക്സാജറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് അറിവുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ശരി, ഓക്കെ. ഇനി ഇതാണ് അതിൻ്റെ ഒരു സാലറി റേഞ്ച് എന്ന് പറയുന്നത്. എന്നെക്കുറിച്ച്, എൻ്റെ പേര് സജിത്ത് എന്നാണ്. ഞാൻ ആദ്യം ഞാനൊരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ ആദ്യം ഓയിൽ ആൻഡ് ഗ്യാസിലായിരുന്നു, ജിൻഡലിൻ്റെ പവർ പ്ലാന്റിലായിരുന്നു ജൂനിയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോളിക്സിൽ ബെല്ലാരിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒമാനിൽ പോയി പ്രൊജക്ട് എഞ്ചിനീയറും കൺസൾട്ടൻറ്റും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ദുബായിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു, ടീം ലീഡറായിട്ട് ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ്റെ. അത് കഴിഞ്ഞൊരു കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തു ഖത്തറിൽ. 2011 മുതൽ 17 വരെ ഞാൻ കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുത്തിരുന്നു. അതായത് ഇൻഡിവിജ്വൽസിനല്ല, കമ്പനികളുടെ ഫിറ്റ് ഔട്ട് കമ്പനികൾക്കൊക്കെ പുതിയ എംപ്ലോയീസിനെ എടുക്കുമ്പോൾ അവരെ വർക്ക് ചെയ്യാനായിട്ട് പഠിപ്പിച്ചിരുന്നു. സ്വന്തം മാത്രമല്ല, കേസിനാണ് കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസിൻ്റെ അണ്ടറിൽ വരുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അപ്രൈസ് ചെയ്തിരുന്നു ഞാൻ. പക്ഷേ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയത്, അതൊക്കെ ഓൺലൈനിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു. സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയത് 2018 ആംനിയർ ഒരു കൺസൾട്ടൻസി കൂടെയാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഞാനൊരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. പുള്ളിക്കാരത്തിയുടെ പേര് സ്വാതി ലക്ഷ്മി എന്ന് പറയും. പുള്ളിക്കാരത്തി 2011 എംടെക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പം ആംനിയർ തുടങ്ങിയതിന് ശേഷം എൻ്റെ കൂടെ പ്രൊജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ടീം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അത് ആംനിയർ എന്ന് പറയുന്നത് ഒരു കൺസൾട്ടൻസിയാണ്. ഞങ്ങൾ ദുബായിൽ നിന്ന് അബുദാബിയിൽ നിന്നൊക്കെ വർക്ക് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് MEPയുടെ ഡിസൈൻ, ഡ്രാഫ്റ്റിംഗ്, QS, റെവിറ്റ്, എസ്റ്റിമേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ചയച്ചു കൊടുക്കും. അതേ പ്രൊജക്റ്റിൽ തന്നെയാണ് സ്റ്റുഡൻസിനും ട്രെയിനിങ് കൊടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. കോഴ്സിൻ്റെ സമയത്ത് നമ്മളൊരു 4 മുതൽ 6 പ്രൊജക്റ്റും ചെയ്യുന്നുണ്ടാവും. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്, കേട്ടോ. ഇനി മൾട്ടി മില്യൺ ബിസിനസ് ഒന്നുമല്ല. ആംനിയർ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥാപനമാണ്. കമ്പയറിംഗ് ടു എനി അതർ ഫേംസ് ലൈക്ക് MEP മാത്രമേ ഉള്ളൂ ആംനിയറിൽ. MEP 100% ആയിട്ടുണ്ട്. പരിപൂർണ്ണമായിട്ട് MEP ഉണ്ട്. MEPയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്ന്, ഞാൻ ഈ പറഞ്ഞ A to Z കാര്യങ്ങൾ ഇവിടെ വന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഒരു കമ്പനിയിൽ നിന്ന് പഠിക്കുന്ന പോലെ പഠിക്കാൻ പറ്റും. ഏതൊക്കെ മോഡ്സ് ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതായത് 3 മോഡിലാണ് കോഴ്സ് കൊടുക്കുന്നത്: ഓൺലൈന്, ഓഫ്ലൈന്, വീഡിയോ കോഴ്സ്. ഞാനത് അവസാനം പറഞ്ഞു തരാം. ഇനി നമ്മൾ കൊടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് MEP ആണ്. MEPയിലെ HVAC ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്, പ്ലംബിംഗ് ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്, ഇലക്ട്രിക്കൽ ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്, ഫയർ ഫൈറ്റിംഗ് ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്, MEP ക്വാണ്ടിറ്റി സർവേയിങ്, MEP കോസ്റ്റ് എസ്റ്റിമേഷൻ, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് യൂസിംഗ് റെവിറ്റ്, നാവിസ് വർക്ക്, ഇനി ഡൈനാമോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആ കോഴ്സ് കവർ ചെയ്യുന്നത്. ഒരു 4 മുതൽ 6 പ്രൊജക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട്, ഇതുവരെയൊക്കെ എൻ്റെ ഒരു നന്നായിട്ട് പഠിച്ചൊരു കാൻഡിഡേറ്റ് ഒരു ഇൻ്റർവ്യൂവിൽ ഫെയിൽ ആയിട്ടില്ല. അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ശരി, ഇനി പ്ലേസ്മെന്റിനെ കുറിച്ച്. എല്ലാവരും ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഒരുപാട് സ്ഥാപനങ്ങൾ 100% പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ് ചെയ്യാറുണ്ട്. ആംനിയറിന്റെ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കപട വാഗ്ദാനം ഞാൻ ഇതുവരേക്കും ആരോടും പറഞ്ഞിട്ടില്ല, ഇനി പറയത്തുമില്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ആംനിയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നത് ഇതൊരു കൺസൾട്ടൻസിയാണ്. അതായത് MEP സർവീസുകൾ ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി. അതോടൊപ്പം NSDC സ്റ്റഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻ്റർ കൂടെയാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തരുന്നത് അവരാണ്. അപ്പം കൺസൾട്ടൻസി വഴി MEP സർവീസുകളും ഈ എഡ്യൂക്കേഷൻ സൈഡ് വഴി നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുമാണ് ഡെലിവർ ചെയ്യുന്നത്. അപ്പം എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ പ്രൊഡക്റ്റ്. അപ്പം ഞാൻ എന്തുകൊണ്ട് പ്ലേസ്മെന്റ് അഡ്വർടൈസ് ചെയ്യുന്നില്ല? അതെൻ്റെ പ്രൊഡക്റ്റ് അല്ല. ഞാനിപ്പോൾ ഒരു ആനയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അഡ്വർടൈസ് ചെയ്യുമ്പോൾ ആനയെയാണ് അഡ്വർടൈസ് ചെയ്യേണ്ടത്, തോട്ടിയെ അല്ല. തോട്ടി എന്ന് പറയുന്നത് ആന ഉണ്ടെങ്കിൽ അസ്തിത്വമുള്ള അല്ലെങ്കിൽ നിലനിൽപ്പുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ഞാൻ എന്താണോ കൊടുക്കുന്നത്, ഞാൻ ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിനെയാണ് അഡ്വർടൈസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ അത്ര ലൈവ് ഒന്നും അല്ലായിരുന്നു. ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കണ്ടന്റ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലാക്കാം, എന്താണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അല്ലാതെ എൻ്റെ സ്റ്റുഡൻറ്റ് തീർച്ചയായിട്ടും ലാസ്റ്റ് ബാച്ചിൽ 4 പേര് ഗൾഫിലാണ് ജോലി കിട്ടി പോയത്. 2 പേര് നമ്മുടെ വഴിയും 2 പേര് അല്ലാതെയും. ഇന്നലെയും 2 പേര് വിസിറ്റിൽ പോയിട്ട് ജോലിയായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഞാൻ മക്കളെ ഇതുപോലെ ആ ഒരു വീഡിയോ ചെയ്ത് എനിക്കൊന്ന് അയച്ചു തരാമോ, എനിക്കൊന്ന് എൻ്റെ വെബ്സൈറ്റിൽ ഇടാനാണെന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസ് തീർച്ചയായിട്ടും അത് അയച്ചു തരും. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്. അത് നമ്മുടെ എല്ലാം സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പം അവർ പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ എന്തുകൊണ്ട് ആംനിയർ ഇങ്ങനെ 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റ് പറയുന്നില്ല? അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്കിൽഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വേണം നിങ്ങളൊരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആദ്യം ചെയ്യേണ്ടത്.
ഇപ്പൊ ഞാൻ 100% പ്ലേസ്മെന്റ് ഓഫർ ചെയ്തിട്ട് വരുന്ന ഒരാൾ ഒരു പക്ഷെ പഠിച്ചു എന്ന് വരില്ല. അയാളുടെ ചിന്ത എന്തായാലും ഞാൻ പോവാം, പോയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ജോലി കിട്ടുമല്ലോ, കുറച്ച് എമൗണ്ട് അതിന് വേണ്ടി മുടക്കി കഴിഞ്ഞാലും അത് ഞാൻ സാലറിയുടെ രൂപത്തിൽ തിരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വരുന്ന ഒരാൾ ചിലപ്പോൾ നേരെ പഠിച്ചെന്ന് വരില്ല. അപ്പൊ ഇയാളെ ഞാനൊരു നമ്മുടെ ആംനിയറിൽ നിന്ന് ഹയർ ചെയ്യുന്ന ഒരു കമ്പനിയിലോട്ട് ഇന്റർവ്യൂവിന് പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹം അത് നേരെ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെന്താ ചിന്തിക്കുക? ആ കമ്പനി ചിന്തിക്കുക, ഓക്കെ, ആംനിയറിൽ നിന്ന് വരുന്ന ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്തില്ല, ഇനി അവിടെ നിന്ന് ഹയർ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കും. അപ്പൊ പിന്നെ എന്റെ ലക്ഷ്യം എന്താണോ അതിൽ നിന്നുള്ള ഔട്ട് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അർത്ഥം, അല്ലെ? സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പഠിക്കാൻ വന്ന ഒരാള് ഇന്റർവ്യൂവിന് പോയിട്ട് അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് സർവീസാണ് അവിടെ കൊടുത്തത്? അതല്ലേ ബാധിക്കുക. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു കമ്പനിയിലും വാക്കൻസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു കമ്പനിയിൽ വാക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അവർ ആ ടീമിനെ ഒന്ന് എൻലാർജ് ചെയ്യിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന 1-2 സ്റ്റാഫ് അവിടെ നിന്ന് പോകുമ്പോഴോ ആണ്. അപ്പൊ അങ്ങനെയാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഒരാൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ടൈം ലിമിറ്റിനകത്ത് അത് പറഞ്ഞിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് എഫേർട്ട് എടുത്ത് ഞാൻ തുടങ്ങിയ സ്ഥാപനമാണ്, ഒരുപാട് കടമൊക്കെ മേടിച്ച് തുടങ്ങിയ സ്ഥാപനമാണ് ആംനിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ബ്ലാക്ക് മാർക്ക് വീഴാനായിട്ട് അല്ലെങ്കിൽ ഒരു മോശം പേര് വരാനായിട്ട് യാതൊരു സാഹചര്യവും ഞാൻ സൃഷ്ടിക്കില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ വാക്കാലെ പറഞ്ഞാൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മളത് പറയാൻ പോകരുത്. അപ്പോൾ അത് വിശ്വാസ്യതയെ ബാധിക്കുന്ന കാരണം ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാനത് അഡ്വർടൈസ് ചെയ്യാത്തത്. കാരണം എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആംനിയർ അറിയപ്പെടേണ്ടത് അതിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടായിരിക്കണം, അതിൻ്റെ സർവീസ് കൊണ്ടായിരിക്കണം. അല്ലാതെ ചതിക്ക് എനിക്ക് കുറേ പൈസ, മണി വിൽ നോട്ട് മേക്ക് യു ഹാപ്പി. നിങ്ങളൊരു വീഡിയോ വെച്ചു, അല്ലെങ്കിൽ നിങ്ങളൊരു കാർ മേടിച്ചു, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായി എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും അതുപോലെ ചിന്തിക്കണം ഇല്ല, എൻ്റെ ചിന്ത ശരിയെന്നോ അഭിപ്രായം എനിക്കില്ല. മണി വിൽ നോട്ട് മേക്ക് യു ഹാപ്പി. എൻ്റെ അച്ഛൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. കയറി വന്ന് എന്റെ കാര്യം പറയാം, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് എന്റെ ചേച്ചിയുടെ മാല കൊണ്ട് 40,000 രൂപയ്ക്ക് പണയം വെച്ച ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം 100% പ്ലേസ്മെന്റിൽ വിശ്വസിച്ച് ചെയ്ത ഒരാളാണ്. പക്ഷെ എനിക്ക് അതിന്റെ യാതൊരു ഗുണവും കിട്ടിയില്ല, ജോലി പോലും കിട്ടിയില്ല. അവിടെ പഠിപ്പിച്ചത് അവിടെ തന്നെ പഠിച്ചിറങ്ങിയ കുട്ടികളായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ വസ്തുത. പിന്നെ അത് തീർത്തും ഇതായിപ്പോയി. ആ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത് എന്നുള്ള ധാരണയോട് കൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഫ്രഷർ ആവട്ടെ. ആംനിയറിനെ അപ്രോച്ച് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാർ ഫ്രഷേഴ്സും ഉണ്ട്, കരിയർ സ്വിച്ച് ചെയ്യാൻ ആൾറെഡി ഇപ്പോൾ സൈറ്റിൽ നിൽക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ അവർ സ്വിച്ച് ചെയ്ത് ഡിസൈനിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവരായിരിക്കാം. 25-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. നമുക്ക് നല്ല നല്ല സ്റ്റുഡൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ പരം സന്തോഷം നമുക്കൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അപ്പോൾ നിങ്ങൾ ഫ്രഷർ ആവട്ടെ, നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാവട്ടെ, ഈ 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്ന കപട വാഗ്ദാനം ഞാൻ പറയില്ല. അതിനർത്ഥം എൻ്റെ സ്റ്റുഡൻസിന് ജോലി കിട്ടില്ല എന്നല്ല. 100 അല്ല, 180% സ്റ്റുഡൻസിനും ജോലി കിട്ടുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ഒരു ബാച്ചിൽ ചിലപ്പോൾ എനിക്കൊരു 20 പേരുണ്ടെങ്കിൽ 20 പേർക്കും ജോലി കിട്ടുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ചിലപ്പോൾ 2 പേരൊക്കെ, കുറച്ച് ആൾക്കാർ പഠിക്കാൻ വരുമ്പോൾ എന്തായാലും പോവല്ലേ, ഒരു 2 കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർ ചിലപ്പോൾ എന്തായാലും അവൻ പോവല്ലേ, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ എന്ന് ചിന്തയോടെ വരുന്ന ആളാവാം. അദ്ദേഹം ചിലപ്പോൾ നേരെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു പക്ഷേ ജോലി കിട്ടില്ല എന്ന് വരില്ല. നന്നായിട്ട് പഠിച്ചിട്ടുള്ള 100 അല്ല 180% ആൾക്കാർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിൽ നിന്ന് ഹയർ ചെയ്യുന്ന കമ്പനികളുണ്ട്, ഇന്ത്യയിലുണ്ട്, ഗൾഫിലുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരേക്കും, അൺടിൽ യു ആർ ഗെറ്റിംഗ് ദ ജോബ്, വാട്ട് ഓൾ സപ്പോർട്ട് ആംനിയർ ഹാസ് ടു പ്രൊവൈഡ് വി വിൽ പ്രൊവൈഡ്. നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരേക്കും എന്തൊക്കെ സപ്പോർട്ടാണോ ഞങ്ങളായിട്ട് ചെയ്തു തരേണ്ടത് അത് ഞങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്ക് ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷവും നിങ്ങളൊരു കമ്പനിയിൽ നല്ലൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ ഡൗട്ട് എപ്പോഴൊക്കെ വരുന്നോ ആ സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉണ്ടാവും. നിങ്ങൾ ഇവിടെ പഠിപ്പിക്കാനായിട്ട് ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ, വേറെ ഫാക്കൽറ്റീസ് ഒന്നുമില്ല. ഞങ്ങൾ തന്നെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. വർക്ക് ചെയ്യാനായിട്ട് വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ ദുബായ് ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലേസ്മെന്റ് സിനാരിയോ. നന്നായിട്ട് പഠിക്കുക. ജോലി എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡറി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പ്രൊഡക്റ്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത്. നിങ്ങളൊരു ക്ലയന്റ് ആവട്ടെ, നിങ്ങളൊരു സ്റ്റുഡന്റ് ആവട്ടെ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സർവീസുകൾ ജെന്യുവൻ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ മാത്രമേ ആ ഒരു ബിസിനസ് നിലനിന്ന് പോവുള്ളൂ. ഇപ്പോൾ ഒരു ഹോട്ടൽ അഡ്വർടൈസ്മെന്റിൽ നിലനിന്ന് പോവുമോ ഒരുപാട് നാൾ? ഇല്ല. അവർ കൊടുക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിലനിന്ന് പോവുള്ളൂ. ഒരു വളരെ മോശമായിട്ടുള്ള ഒരു TV അഡ്വർടൈസിൽ നിലനിൽക്കുമോ? ഇല്ല. അതിന്റെ പിക്ചർ ക്വാളിറ്റിയും അതിന്റെ ക്ലാരിറ്റിയും അല്ലെ അതിന്റെ എർഗണോമിക്സും ഒക്കെ കൊള്ളാമെങ്കിൽ മാത്രമേ അത് മാർക്കറ്റിൽ നിലനിന്ന് പോകൂ. ഏതൊരു പ്രൊഡക്റ്റും ഏതൊരു കമ്പനിയും അവർ കൊടുക്കുന്ന സർവീസിനെ ഡിപ്പെൻഡ് ചെയ്ത് അഡ്വർടൈസ് ചെയ്യുക, അതിനെ അവർ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ കണ്ടന്റിനെയാണ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം, നിങ്ങൾക്ക് ആംനിയറിൽ വരാം, പഠിക്കാം. ഓക്കെ. അപ്പം ഞാൻ ഈ ആന എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെയും തോട്ടി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ജോബിനെയുമാണ്. ഞാൻ ഈ ആന എന്ന് ഉദ്ദേശിച്ചത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെയാണ്. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യാതെ ജോലിയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ല. കാരണം ജോലി എന്ന് പറയുന്നത് സ്കില്ലിന്റെ കൂട്ടത്തിൽ കിട്ടുന്നത്, അതായത് സ്കില്ലിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി
കിട്ടും എന്നുള്ളത് നിസ്സംശയമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതാണ് അതിന്റെ പ്ലേസ്മെന്റിന്റെ കാര്യങ്ങൾ. നിങ്ങൾ ജോലിയെക്കുറിച്ച് വറി ചെയ്യേണ്ട, അത് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തത് സർട്ടിഫിക്കറ്റ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, സാർ ഈ സർട്ടിഫിക്കറ്റ് MEP പഠിച്ച സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ BIM പഠിച്ച സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് എനിക്ക് ജോലി കിട്ടുമെന്ന്. ഒരു ആംനിയർ എന്നല്ല, ആംനിയർ പ്രൊവൈഡ് ചെയ്യുന്നല്ല, ഏതൊരു അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തരുന്ന സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കും. ISO അപ്രൂവൽ ഉള്ളതാണെങ്കിൽ 40ഓളം രാജ്യങ്ങളിലോ 60ഓളം രാജ്യങ്ങളിലോ ഒക്കെ അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സർട്ടിഫിക്കറ്റും തീർച്ചയായിട്ടും അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ എന്തിനാണ് നമ്മളൊരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ ദുബായിലോട്ട് പോവുകയാണ്, ഏതൊരു രാജ്യത്തോട്ട് പോവുകയാണെങ്കിലും നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ അത്, ഡിപ്ലോമ ആണെങ്കിൽ അത്, IT ആണെങ്കിൽ അത്, ആ സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്താൽ മതി. സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്കാരും ഫ്രീ ആയിട്ട് ജോലി തരേണ്ടതില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനായിട്ട് ഒരു അവസരം തരാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം എല്ലാ കമ്പനികൾക്കും മാർക്കറ്റിലുള്ളതുണ്ട്. അപ്പോൾ നമുക്കൊരു ഇന്റർവ്യൂ കിട്ടണം. അപ്പോൾ ഇന്റർവ്യൂ കിട്ടുമ്പോൾ നമുക്ക് കാണിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ആംനിയർ എങ്ങനെ ആംനിയറിന്റെ സ്റ്റുഡൻസിന് ജോലി കിട്ടുമെന്ന് വെച്ചാൽ, ഇവരൊരു 4 മുതൽ 6 പ്രൊജക്ട് നന്നായിട്ട് ചെയ്യും. ചെയ്ത് കഴിയുന്നവർക്ക് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഒരു ട്രെയിനിയെ പോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്ത് അവർക്ക് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നീട് അവർ ഫ്രഷർ അല്ല. ഫ്രഷർ എന്ന് പറഞ്ഞൊരു ലേബൽ മാറിക്കിട്ടി, പിന്നെ അവർക്ക് ഇന്റർവ്യൂ കിട്ടും. നമുക്ക് അവരെ ഗൈഡ് ചെയ്യാനും സാധിക്കും. അപ്പം അങ്ങനെയാണ് ശരിക്കും അവർക്ക് ജോലി കിട്ടുക. ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ജോലി മേടിച്ചെടുക്കുക. ഇനി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മൾ മോഡിഫൈ ചെയ്തതിനു ശേഷം കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അവിടെ ചെയ്തിരുന്നു എന്ന് അവരുടെ റെസ്യൂംസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതിപ്പോൾ ഡിസൈൻ ആവട്ടെ, ഡ്രാഫ്റ്റിംഗ് ആവട്ടെ, QS ആവട്ടെ, റെവിറ്റ് ആവട്ടെ, എസ്റ്റിമേഷൻ ആവട്ടെ, അത് ഇൻകോർപ്പറേറ്റ്. അങ്ങനെയാണ് ഇപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഇന്റർവ്യൂവിൽ ഒരു പ്രിഫറൻസ് കിട്ടുകയും അവർക്ക് ഈസി ആയിട്ട് ജോലി ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ എത്ര സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്കാരും ഈ ഫ്രഷർ എന്ന് പറയുന്ന ഒരു ലേബലിലാണ് നിങ്ങളുടെ റെസ്യൂം ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ഇച്ചിരി പാട് തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങളെ കയറ്റി വിടാനായിട്ട് ഒരാൾ വേണം. നിങ്ങൾ തനിയെ ജോലി കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും വേറെ തന്നെയാണ് കേട്ടോ. ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്ക് ആ ഒരു ബാധ്യത ഉണ്ടാവും എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ നമ്മുടെ ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ കയറ്റി വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ഒരു എൻട്രി കിട്ടുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഏതൊരു കമ്പനിയിലും ഏതൊരു കൺട്രിയിലോട്ടും വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് ജോലി കിട്ടി, വിസ സ്റ്റാമ്പ് ചെയ്യാൻ നേരത്ത് അവർ ഹയർ എഡ്യൂക്കേഷൻ മാത്രമേ ചോദിക്കുകയുള്ളൂ. അത് മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്താ ഈ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൻ്റെത്? ഇത് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും കമ്പനി ചോദിക്കുകയാണെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ കരിയർ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ഒരു ഇന്റർവ്യൂറെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഒരു കമ്പനിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടോ നമുക്ക് കാണിക്കാം. ആ സമയത്ത് അവരെന്ത് ചെയ്യും? നമുക്ക് ഇന്റർവ്യൂ കിട്ടാനായിട്ട് ഇത് ഉപകരിക്കും. നിങ്ങളൊരു 5 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് റിലവന്റ് ഫീൽഡിൽ ആയി കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ആരും ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കില്ല. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ആധാരം. അത് മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മതി. ഇനി ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യാം. അപ്പം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. അതിന്റെ അറ്റസ്റ്റേഷൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുള്ളത് തന്നെയാണ്. അപ്പം അത് പക്ഷേ ആവശ്യമാണോ അല്ലയോ എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കമ്പനി ചോദിക്കത്തുമില്ല. മാത്രമല്ല സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റത്തുമില്ല. അത് വെച്ച് മാത്രം ഒരു ജോലി മേടിച്ചെടുക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ തന്നെയാണ് ഇന്ത്യയോ ഗൾഫോ യൂറോപ്പോ ഏത് രാജ്യത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പം ഇനി അടുത്ത് ചോദിക്കാം, ഇത് ഏതൊക്കെ കൺട്രികളിൽ നമുക്ക് ഗുണം, നമുക്ക് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാം? ഏത് രാജ്യത്താണ് കൺസ്ട്രക്ഷൻ ഇല്ലാത്തത്? ഇന്ത്യയോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസോ ഇനിയിപ്പോൾ ആഫ്രിക്കനോ അമേരിക്കനോ ഏത് രാജ്യത്തും കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഫീൽഡ് ഞാൻ പറഞ്ഞ പോലെ എവിടെയൊക്കെ കൺസ്ട്രക്ഷൻ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഫീൽഡ് സ്കോപ്പ് ഉള്ളത് തന്നെയാണ്. രാജ്യത്ത് ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് അതിനൊരു ലിമിറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനെ കുറിച്ച് മനസ്സിലായി, MEPയെ കുറിച്ച് മനസ്സിലായി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ശരി, ഇനി അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളെ സ്കില്ലിനോടൊപ്പം തന്നെ നിങ്ങളുടെ റെസ്യൂമിൽ കീവേഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പം നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണെങ്കിലും ശരി, നിങ്ങളൊരു ജോബ് വെബ്സൈറ്റ് വഴി ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ റെസ്യൂമിൽ ആ ജോലിക്ക് ഉചിതമായിട്ടുള്ള കീവേഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കോൾ വരില്ല. ഉദാഹരണം, എനിക്കൊരു BIM മോഡലറെ വേണമെന്ന് വെച്ചോളൂ. ഒരു BIM മോഡലറെ വേണം. ഇപ്പം ഞാൻ പോയിട്ട് ഇപ്പം നൗക്കറിയിലോ ഇൻഡീഡിലോ ലിങ്ക്ഡിനിലോ സെർച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കത് വളരെ ആപ്റ്റായിട്ടുള്ള ആളെ കിട്ടണം എന്ന് നിർബന്ധമില്ല. അത് ഈ MEP BIM എന്ന് പറയുന്ന ജോലിക്കല്ല, ഏതൊരു ജോലിക്കും അത് അങ്ങനെ തന്നെയാണ്. അതിൻ്റെതായ കീവേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൾ വരുള്ളൂ. അപ്പം ഞാനിപ്പം
മാത്രമല്ല ഞാനിപ്പം ലിങ്ക്ഡ്ഇനിലോ ഇൻഡീഡിലോ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ റെസ്യൂം എനിക്ക് കിട്ടും. അതിൽ നിന്ന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനൊരു വലിയ കമ്പനിയാണ്, എനിക്കൊരു HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ഈ ജോലി ഞാൻ അയാളെ ഏൽപ്പിക്കും. ഇല്ലെങ്കിൽ ഞാനൊരു തേർഡ് പാർട്ടി ഒരു ജോബ് കൺസൾട്ടന്റിനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ജോബ് കൺസൾട്ടന്റ് എന്നോട് ചോദിക്കും എന്തായിരിക്കണം ഡെസിഗ്നേഷൻ. ഓക്കെ, ദാറ്റ് മൈറ്റ് ബി ലൈക്ക് ബിം മോഡലർ. അയാളുടെ ലൊക്കേഷൻ എവിടെയാണ്, ഓക്കെ, അയാളുടെ എക്സ്പെക്റ്റഡ് സാലറി എത്രയാണ്, ഓക്കെ, എക്സ്പെക്റ്റഡ് സാലറി ചോദിക്കാം. അല്ല, ഞാൻ ഒരു 1 to 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് എനിക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ അയാൾ കുറേ റെസ്പോൺസിബിലിറ്റീസ് ചോദിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് അറിവുണ്ടാവേണ്ടത്. അപ്പം ഞാൻ പറയും പുള്ളിക്ക് ഒരു ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ഒരു 350 400 LOD 350 400 അറിവുണ്ടായിരിക്കണം. അയാൾക്ക് വർക്ക് സെറ്റിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അയാൾക്ക് സെൻട്രൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ അറിവുണ്ടായിരിക്കണം. ഷെയർഡ് പാരാമീറ്റർ, ടൈപ്പ് പാരാമീറ്റർ, പാരാമെട്രിക് ഫാമിലി ക്രിയേഷൻസ്, കൊളാബറേഷൻ, മോണിറ്ററിംഗ്, നാവിസ് വർക്ക്, ഡൈനാമോ. ഇതുപോലെ എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ ജോബ് കൺസൾട്ടൻ്റ് അടുത്ത് പറയും. അത് HR ടീം ആവട്ടെ, ജോബ് കൺസൾട്ടൻ്റ് ആവട്ടെ, അവർ ഒരു ജോബ് വെബ്സൈറ്റ് എടുത്ത് വെച്ചതിന് ശേഷം പെയ്ഡ് ആയിരിക്കും അവർക്ക്, കാരണം അവർക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ അത് വേണം. എന്നിട്ട് അവർ ആ ബിം ഹെഡിങ് കൊടുക്കും, ബിം മോഡലർ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്ന് കൊടുക്കും, ഇയർ ഓഫ് എക്സ്പീരിയൻസ്, ലൊക്കേഷനും എക്സ്പെക്റ്റഡ് സാലറിയും ഒക്കെ സോർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന കീവേഡുകൾ അടിക്കും. ഈ പറയുന്ന കീവേഡുകൾ അവർ അടിച്ചിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ റെസ്യൂമുകളിലാണോ ഈ പറയുന്ന കീവേഡുകൾ ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഈ നൗക്കറി പ്രൊഫൈലിലോ നൗക്കറി ഗൾഫോ അല്ലെങ്കിൽ ഇൻഡീഡോ ബിങ്ങോ ദിസ് വൺ ഡുബിസിലോ ലിങ്ക്ഡ്ഇനോ വാട്ട് ഇറ്റ് മേ, അതിൽ ഏതിലോ ആവട്ടെ ഈ പറയുന്ന കീവേഡുകൾ ഉള്ളത് അവർക്ക് മാത്രമേ, അവരുടെ റെസ്യൂംസ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ആവുകയുള്ളൂ. ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യും. നിങ്ങളുടെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആയി, ഇത് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂം ആണോ? അതെ. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ആദ്യം നമ്മുടെ റെസ്യൂം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കോൾ വരും ആദ്യത്തെ ഒരാഴ്ച. അപ്പോൾ നിങ്ങളുടെ റെസ്യൂം ഇതാ അപ്ലോഡഡ് ആയി കഴിഞ്ഞു, സോറി, നിങ്ങളുടെ റെസ്യൂം ഇതാ ഷോർട്ട് ലിസ്റ്റ് ആയി, നിങ്ങൾക്ക് ജോലി കിട്ടി, ഒരാഴ്ചക്കകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, 1 ലക്ഷം രൂപ സാലറി. പക്ഷേ 1 ലക്ഷം രൂപ സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 1000 രൂപ അടച്ചാലേ പറ്റുള്ളൂ, അതിലൊരു 4000 രൂപ അടയ്ക്കണം. ചില പാവങ്ങൾ അടച്ചു പോവില്ലേ, ഞാനും അടച്ചിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞ് 4300 രൂപ ഞാൻ അടച്ചിരുന്നു ഒരു പൈസ ഇല്ലാതിരുന്ന സമയത്ത്. അപ്പം ഞാനും ചതിക്കപ്പെട്ടു പോയ ഒരാളാണ്. അത് പറ്റിക്കുന്നതാണ് കേട്ടോ. അത് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ജോലി കിട്ടുന്നതിന് മുമ്പ് പൈസ ചോദിക്കുവാണെങ്കിൽ അത് നിങ്ങളെ പറ്റിക്കുന്നതാണ്. ശരിക്കും ഒരു ജെനുവിൻ രീതി അതല്ല. അവർ പറയും ഇനി ടെക്നിക്കൽ റൗണ്ട് ഉണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് HR റൗണ്ട് ഉണ്ട്, പിന്നെ ടൂൾ ടെസ്റ്റ് ഉണ്ടാവാം. ഇതെല്ലാം പെർഫോം ചെയ്തിട്ട് ലാസ്റ്റ് ഓഫർ ലെറ്റർ കിട്ടും. ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് സാലറി ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ജോലിക്ക് കയറാം. ചിലപ്പോൾ ജോബ് കൺസൾട്ടൻ്റ് ഒക്കെ ഓഫർ ലെറ്റർ കിട്ടി ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കേണ്ട സാലറിയുടെ 50% ചിലപ്പോൾ കമ്മീഷനായിട്ട് മേടിച്ചെന്ന് വരാം. പക്ഷേ ഡയറക്റ്റ് കമ്പനി ആണെങ്കിൽ ഒരു ജെനുവിൻ കൺസൾട്ടൻറ്റും ജോലി കിട്ടി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചോദിക്കില്ല, പൈസ ചോദിക്കില്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ അത് ഫേക്ക് ആണ്, അത് വിടുക, അത് വേറെ. അപ്പം ജെനുവിൻ കൺസൾട്ടൻ്റ് ആണെങ്കിൽ അവർ നേരെ സെർച്ച് ചെയ്യും, എന്നിട്ട് അവർ ഇതുപോലെ വിളിക്കും ഷോർട്ട് ലിസ്റ്റഡ് ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റഡ് ആവണം, അല്ലെങ്കിൽ പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റഡ് ആവണമെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾ ഏതൊക്കെ ജോലിക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതുമായിട്ടുള്ള കീവേഡ്സ് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ സ്കില്ലിനോടൊപ്പം തന്നെ റെസ്യൂം ക്രിയേറ്റ് ചെയ്യുമ്പോഴും സപ്പോർട്ട് കൊടുക്കും. അതായത് റെഫറൻസ് റെസ്യൂംസ് കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഈ MEP വരുന്ന ഡിസൈനോ ഡ്രാഫ്റ്റിങ്ങോ QSO റെവിറ്റോ അല്ലെങ്കിൽ ബിമ്മോ നാവിസ് വർക്കോ, ബിമ്മിൽ വരുന്ന റെവിറ്റോ നാവിസ് വർക്കോ അല്ലെങ്കിൽ എക്സിക്യൂഷനോ ഇൻസ്റ്റാളേഷൻ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് മെയിൻ്റനൻസ്, ഇതിൽ വരുന്ന എല്ലാ മേജർ ആയിട്ടുള്ള കീവേഡുകളും സ്റ്റാൻഡേർഡ്സും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് റെസ്യൂംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയാണ് ശരിക്കും അവർക്ക് ഈസി ആയിട്ട് കോൾ വരിക. ഞങ്ങളുടെ സ്റ്റുഡൻസിന് കൂടുതൽ ജോലി കിട്ടി പോകുന്നത് അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് കോൾ വരാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പം റെസ്യൂം ക്രിയേഷനും സ്കിൽ ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ശരി, നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിയർ ആയിട്ടുള്ള കീവേഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കോൾ വരാനുള്ള സാധ്യത കുറവാണ്. അതും മനസ്സിൽ വെച്ചേക്കുക. ഇനി ആംനിയർ കോഴ്സ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ കോഴ്സാണ്. ഫുള്ളായിട്ടും പഠിക്കാം, ഇൻഡിവിജ്വലായിട്ടും പഠിക്കാം. പക്ഷേ 3 മോഡിലാണ് നമ്മൾ കോഴ്സ് കവർ ചെയ്യുന്നത്: ലൈവ് ഓൺലൈൻ, ഓഫ്ലൈൻ, വീഡിയോ കോഴ്സ്. ലൈവ് ഓൺലൈൻ എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലാണ് സാധാരണ, തിങ്കൾ മുതൽ വെള്ളി വരെ 7 മുതൽ 8:30 വരെയോ 9 മുതൽ 10:30 വരെയോ ആണ്. 1.5 മണിക്കൂറാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരിക. 4 മാസം മിനിമം ഡ്യൂറേഷൻ, പ്രൊജക്ട് ട്രെയിനിങ് ഉൾപ്പെടെ അതിന് വരും. അപ്പം ഇനി വരുന്നത് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകൾ ഡൽഹിയിലുണ്ടായിരുന്നു, അത് 2021 നല്ല ഫാക്കൽറ്റിയെ കിട്ടാത്തത് കൊണ്ട് ക്ലോസ് ചെയ്തു. ഒക്ലയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് ക്ലാസ് എടുക്കാനുള്ള ഒരു ഇതില്ല ഉള്ള വസ്തുത. ഇനിയുള്ളത് ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തിരുവനന്തപുരത്ത് പാപ്പനംകോട് ശ്രീചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ ബ്രാഞ്ച് വരിക. അവിടെയാണ് ഒരു ബാച്ചിൽ 15-ൽ താഴെ കുട്ടികളെയാണ് എടുക്കുക. 3 മാസമാണ് ക്ലാസ് വരുന്നത്. മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9:30 മുതൽ 1:30 മണി വരെയാണ്. അത് കഴിഞ്ഞ ശേഷം പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും, നമുക്ക് വർക്ക് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്.
അപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ വന്നാലും പഠിക്കുക. ഓരോ ടോപ്പിക്ക് നമ്മൾ പ്രൊജക്റ്റ് വെച്ച് ഡിസ്കസ് ചെയ്ത് പോയിട്ട് ആ പ്രൊജക്ട് ഈ കോഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല പ്രൊജക്റ്റ് ചെയ്യുന്നത്, കോഴ്സിനോടൊപ്പം തന്നെ ചെയ്ത് തന്നെയാണ് പോകുന്നത്. 3 മാസം കൊണ്ട് അത് പരിപൂർണ്ണമായിട്ടും തീരും. അത് കഴിഞ്ഞതിന് ശേഷവും പിന്നെയും പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞങ്ങൾ തന്നെ കൂടുതൽ പ്രൊജക്റ്റ് കൊടുത്ത് അവരെ സ്കിൽഡാക്കി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ച് എടുക്കാനുള്ള ഫെസിലിറ്റിയും കൊടുക്കാറുണ്ട്. ഇനി ഇതിൽ രണ്ടിൽ ഏതാണ് നല്ലത്? ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? രണ്ടിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനും ഓഫ്ലൈനിലും ഏകദേശം ഒരേ ഫീസ് തന്നെയാണ്. ഓഫ്ലൈൻ എന്ന് പറയുന്നത് നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ അല്ല, അത് നിങ്ങൾക്ക് ജോലി ഉപേക്ഷിച്ച് വരാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വരാം. ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കണം. ആ സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പം അതിനുള്ള ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, കോഴ്സ് ഫീസിന് പുറമെ അക്കോമഡേഷൻ, അങ്ങനെ ഫീസ് എന്ന് പറയുന്നത് വളരെ വലിയ ഫീസൊന്നുമല്ല. ഞങ്ങൾ ലിമിറ്റഡ് ആയിട്ടുള്ള തന്നെയാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ അറിയിക്കാം എത്രയാണ് ഫീസ് എന്നത്. ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ്. എന്നെ ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്താൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, ഞാനത് പറഞ്ഞു തരാം. അത് ഒരു പബ്ലിക് വീഡിയോയിലൂടെ അത് അഡ്വർടൈസ് ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പം ഞാൻ ലിമിറ്റഡ് ഫീസ് തന്നെയാണ്. അപ്പോൾ കോഴ്സ് ഫീസിന് പുറമെ ഈ ഓഫ്ലൈൻ വന്നു പഠിക്കുമ്പോൾ നിങ്ങളുടെ ഫുഡ് എക്സ്പെൻസ്, അക്കോമഡേഷൻ എക്സ്പെൻസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ നോക്കേണ്ടതുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഓഫ്ലൈൻ്റെ അഡ്വാൻറ്റേജ്, നിങ്ങൾ ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉഴപ്പാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ കോഴ്സ് കഴിയുന്ന സമയത്ത് തന്നെ എല്ലാ പ്രൊജക്റ്റും തീർത്ത് നന്നായിട്ട് പഠിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി ഓൺലൈൻ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റാത്തവർക്ക് നല്ലതാണ്. വൈകുന്നേരങ്ങളിലാണ് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഓൺലൈനും ഓഫ്ലൈനും ഒരേപോലെ തന്നെയാണ്. ഞാനിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോ മിക്കതും എന്താ ഓൺലൈനിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ വീഡിയോ കൊടുക്കാറുണ്ട് കേട്ടോ. 3.5 വർഷത്തെ വാലിഡിറ്റി അതിനുണ്ടാവും. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ശരി, ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ വീഡിയോയും അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാറുണ്ട്. അപ്പം ലൈവ് ഓൺലൈനിൽ ഒരേ കണ്ടന്റ് തന്നെയാണ്. നമ്മൾ ഏതൊരു ടോപ്പിക്ക്, ഇപ്പോൾ ഓട്ടോക്യാഡ് ആണെങ്കിലും ശരി, ചിലർ ചോദിക്കാറുണ്ട്, സർ ഓട്ടോക്യാഡിൻ്റെ ബേസിക് നോളജ് ആവശ്യമുണ്ടോ? ഇല്ല. ഏതൊരു ടോപ്പിക്കാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഡിസൈൻ ആവട്ടെ, ഡ്രാഫ്റ്റിംഗ് ആവട്ടെ, ക്യൂഎസ്ഒ, റെവിറ്റോ, എസ്റ്റിമേഷനോ, ബിമ്മോ, ഇതിൽ പഠിക്കുന്ന ഏതൊരു സോഫ്റ്റ്വെയറും വളരെ ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അഡ്വാൻസ് ലെവലിലോട്ട് പോകും. എന്താണ്, നിങ്ങൾക്ക് ഓട്ടോക്യാഡോ അല്ലെങ്കിൽ റെവിറ്റോ വേണമെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ട്രെയിനിങ് സെൻറ്ററിൽ പോയി പഠിക്കാം. പക്ഷേ അവർ പഠിപ്പിക്കുന്നത് ആ സോഫ്റ്റ്വെയർ ആണ്. അത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ആ സോഫ്റ്റ്വെയർ പഠിക്കൊണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, ഒരു കമ്പനിയിൽ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാ ടോപ്പിക്കും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ കൊടുക്കും. ആ വീഡിയോസ് തന്നെയാണ് ഓഫ്ലൈനിൽ കൊടുക്കുന്നത്. ആ വീഡിയോസ് തന്നെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ കരിയർ തുടങ്ങുന്ന ആൾക്കാർ ആദ്യത്തെ ഒരു 2 ആഴ്ച 3 ആഴ്ച വളരെ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും. എന്താ, ഒരു ആരംഭ ശൂരത്വം എന്ന് പറയും. അവരൊരു 3 ആഴ്ച പതിയെ ഇങ്ങനെ ലേസി ആയിട്ട് മാറുന്ന കാണാറുണ്ട്. അത് എല്ലാവരും എന്നല്ല, ഒരു 100-ൽ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആവുമെന്ന് പറയാം. ഉദാഹരണം ഒരു 10% ആൾക്കാർ. അങ്ങനെ ഇല്ല. നിങ്ങൾ ഡേ 1 മുതൽ, ഇപ്പോൾ ഓൺലൈൻ്റെ ഡ്യൂറേഷൻ 3 മാസമല്ല 4 മാസം എടുക്കും. ഓഫ്ലൈനാണ് 3 മാസം. ഡേ 1 മുതൽ ഈ പറയുന്ന മിനിമം ഡേ 120 വരെ ഒരേ എന്തൂസിയാസത്തിൽ, ഒരേ കരിസ്മയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഓൺലൈനും വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ അത് പഠിക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 3ാമത്തെ കോഴ്സ് വീഡിയോ കോഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ പല ഓൺലൈൻ ബാച്ചുകളിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു രൂപത്തിനെയാണ് വീഡിയോ കോഴ്സ് എന്ന് പറയുക. എല്ലാ ക്ലാസ്, ഇപ്പോൾ വീഡിയോ ലൈവ് ഓൺലൈനോ ഓഫ്ലൈനോ ഒക്കെ ആണെങ്കിൽ ഡൗട്ട് നമ്മൾ ആ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യും. ഇല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്യാം, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, അല്ലേ? ഇനി വീഡിയോ കോഴ്സ് ആണെങ്കിലും ഈ പറയുന്ന എല്ലാ വീഡിയോസും നമ്മൾ കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. ആ വീഡിയോസ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയപ്രകാരം പഠിക്കാം. പെട്ടെന്നൊക്കെ കോഴ്സ് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം 1-2 വീഡിയോസ് വേണമെങ്കിൽ കാണാം. അത് ഏകദേശം 130-ൽ കൂടുതൽ വീഡിയോസ് വരും. മുഴുവൻ കോഴ്സിന്, ഫുൾ കോഴ്സിന്. ഫിറ്റ് ഔട്ട് കമ്പനികളൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ സർവീസുകളും ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഇവിടെ പഠിക്കുന്നത് മുഴുവൻ കാര്യങ്ങൾ തന്നെയാണ് ലൈവ് ഓൺലൈൻ. ഇൻഡിവിജ്വലി നിങ്ങൾ കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കോഴ്സ് ആയിരിക്കും പെട്ടെന്ന് നല്ല ഓപ്ഷൻ എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിങ്ങിനുള്ള സപ്പോർട്ടുണ്ട്. എല്ലാ ക്ലാസ് നമ്പേഴ്സ് അനുസരിച്ച് ക്ലാസ് ഫയൽസ്, ക്ലാസ് നോട്ട്സ് ഒക്കെ ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അത് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത്, പ്രൊജക്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അതിൽ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിനുള്ള സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതിന് ആ 50% ഫീസേ വരുന്നുള്ളൂ. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആദ്യം ഈവൻ നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് 1 രൂപയാണെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്താണ് ഇതിൽ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ഇതിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഒരു കമ്പനിയിൽ സർവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, അല്ലെ? ആ മുടക്കുന്ന പൈസ നമുക്ക് വർത്തായിരിക്കണം. കരിയർ നമ്മൾ 30-40 വർഷത്തേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവ്വം സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ റെക്കോർഡ് ചെയ്ത ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അതിൻ്റെതായ ന്യൂനതകൾ ഉണ്ടാവും. ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. എന്തായാലും അതിൻ്റെതായ ന്യൂനതകൾ അതിലുണ്ടാവും. അത് പൊറുക്കുക. എന്തായാലും ഈ കണ്ടന്റ് വഴി നിങ്ങൾക്ക് കുറച്ച് യൂസ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആംനിയറിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് പോവാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക.
എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. യൂട്യൂബിൽ ഞാൻ കുറേ കണ്ടന്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോവാം, വെബ്സൈറ്റിൽ പോവാം, ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇനി അല്ല എൻ്റെ പ്രീവിയസ് സ്റ്റുഡൻസ് ജോലി കിട്ടുന്ന ഇപ്പോൾ പ്ലേസ്മെന്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാനത് അഡ്വർടൈസ് ചെയ്യില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ 100% നന്നായിട്ട് പഠിച്ച സ്റ്റുഡൻസിന് ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ ആംനിയർ അങ്ങനെ ഒരു ജോബ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു മാർജിനിൽ അറിയപ്പെടരുത് എന്ന് പറയുന്ന ആഗ്രഹം എനിക്കുണ്ട്. അല്ല, എൻ്റെ പ്രീവിയസ് സ്റ്റുഡൻസ് ഗൾഫിൽ 22 രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡയറക്റ്റ് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് അവർ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം അതിൻ്റെ ഇതിനെക്കുറിച്ച്. ഇല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ അസറ്റാണ്. നിങ്ങൾ റിവ്യൂ വായിക്കാം. അപ്പോൺ ഗോഡ് അപ്പോൺ മൈ ചിൽഡ്രൻ, അതിലൊരു റിവ്യൂ പോലും നമ്മൾ കപടതയിലൂടെ എഴുതുന്നൊന്നുമല്ല. എൻ്റെ സ്റ്റുഡൻസ് എഴുതി തന്നെയാണ്. നമുക്കങ്ങനെ അവർ തന്നെയാണ് അഡ്വർടൈസ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ പോയിട്ട് ഇപ്പം യൂട്യൂബിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാണ് ബെസ്റ്റ് MEP ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ലിസ്റ്റിങ്ങിൽ ആംനിയർ വരില്ല. കാരണം അതിൽ നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മൾ അഡ്വർടൈസിന് പൈസ കൊടുക്കണം. അങ്ങനെ അത്ര വലിയ ബിസിനസ്സോ, ഇത് മൾട്ടി ബില്യൺ ബിസിനസ് ഒന്നുമല്ല. നിങ്ങൾ ഓഫ്ലൈനിൽ വന്നാലും ഇവിടെ നിങ്ങൾക്ക് AC ക്ലാസ് റൂമോ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാനായിട്ടൊന്നുമില്ല. കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ എന്തിനാണോ വരുന്നത് ആ ലക്ഷ്യം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അത് നിങ്ങൾ 1 വർഷമുള്ള ആളാവട്ടെ, എക്സ്പീരിയൻസ് ഉള്ള ആളാവട്ടെ. ഞാനിപ്പോൾ MEPയിൽ വന്നിട്ട് ഇപ്പോൾ 15 വർഷമാവുന്നു. നിങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കേട്ടോ, അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. അപ്പം നിങ്ങൾ ഇനിയിപ്പം 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാവട്ടെ, എത്ര കണ്ടന്റ് നിങ്ങൾക്ക് നന്നായിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അത് ഞങ്ങളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരാം. ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ടത് ഞങ്ങൾ ചെയ്തു തരാം. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറേ ഉപകാരങ്ങൾ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവുകളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ പറയുക. പോകുന്ന വീഡിയോയിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ നിങ്ങൾ പറയുന്ന കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോസ്, ഞാൻ ടെക്നിക്കൽ വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അങ്ങോട്ട് ഇനി മലയാളത്തിലും ഇംഗ്ലീഷ് ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് മൊത്തം ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഫുൾ 100% കോഴ്സ് 2024 മെയ് 31 മുമ്പ് മലയാളത്തിലും ഞങ്ങൾ റിലീസ് ചെയ്യും. ആ സമയത്ത് ഞാൻ അറിയിക്കാം. ഇത് അതിൻ്റെ തുടക്കമാണ്. അപ്പം എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം. താങ്ക് യു.